رضوان الله تعالى عن كل واحد منهم أجمعين. اللهم بحقه وبجاهه يسر سيرنا وسهل أمورنا واقض حاجاتنا وأد ديوننا واشف مرضنا معظم النوتورنا يا شافي يا كافي يا رب العالمين. اللهم إنك تعلم ما في ضمائرنا وأنت علام الغيوب. اغفر لنا ذنوبنا وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. ആദരവും ബഹുമാനവും സ്നേഹവും നിറഞ്ഞ ഈ പരിശുദ്ധമായ പഠന ക്ലാസിന്റെ രണ്ടാമത്തെ ദിവസത്തിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഈ കൂടിയിരുത്തം അല്ലാഹു നമ്മളിൽ നിന്ന് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൊരുത്തപ്പെട്ട ഏറ്റവും ഖൈറുള്ള മജ്ലിസാക്കി അല്ലാഹു നമ്മുടെ ഈ മജ്ലിസിനെ മാറ്റി തരട്ടെ. ഇന്നലെ നമ്മൾ ഒരു കുഞ്ഞിന്റെ പ്രസവവുമായി ബന്ധപ്പെട്ടത് മുതൽ അവന് 7 വയസ്സ് മുതൽ 10 വയസ്സ് വരെ എങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചുകൊണ്ടാണ് നമ്മൾ കൃത്യമായി ഇന്നലെ ക്ലാസ് എടുത്തത്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അതിനുശേഷം ഒരു 10 വയസ്സിന് ശേഷമുള്ള നമ്മളെ മക്കളെ എങ്ങനെ വളർത്തണം, നമ്മുടെ വീട്ടിൽ ജീവിത പങ്കാളികളോട് നമ്മൾ എങ്ങനെ പെരുമാറണം, അതുപോലെ ദുനിയവിയും ഉഖ്റവിയുമായ വിജയത്തിന് നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ കഹ്ഫിന്റെ 46-ാമത്തെ വചനം, المال والبنون زينة الحياة الدنيا والباقيات الصالحات خير عند ربك ثوابا خير عند ربك ثوابا وخير أملا. المال والبنون زينة الحياة الدنيا. സമ്പത്തും സന്താനങ്ങളും അത് ദുനിയാവിലെ ഐഹികമായ ഒരു മനുഷ്യന്റെ അലങ്കാരങ്ങളിൽ പെട്ടതാണ്. പൈസയാണെങ്കിലും മക്കളാണെങ്കിലും അത് ആഖിറത്തിൽ ചിലപ്പോൾ എല്ലാവർക്കും ഉപകരിക്കൂല. ഒരാൾക്ക് 8 9 മക്കളുണ്ട്, 10 മക്കളുണ്ട്, 4 മക്കളുണ്ട്, 3 മക്കളുണ്ട്. ആ മക്കള് ദുനിയാവിൽ അല്ലാഹു തരുന്ന ഒരു കൺകുളിർമയാണ്. സീനത്തുൽ ഹയാത്തി ദുനിയ. ദുനിയാവിലെ ഒരാനന്ദമാണ് ശരിക്കും മക്കളെന്ന് പറഞ്ഞത്. ആ മക്കള് കാരണം ആഖിറത്തിൽ നമുക്ക് ഉപകാരപ്പെടണം. അതുപോലെ തന്നെയാണ് സമ്പത്ത്. അൽ മാലു എന്ന് പറഞ്ഞാൽ പൈസ, വൽ ബനൂൻ എന്ന് പറഞ്ഞാൽ സന്താനങ്ങൾ. അപ്പൊ മക്കളാണെങ്കിലും സന്താനങ്ങളാണെങ്കിലും പൈസയാണെങ്കിലും അത് ദുനിയാവിൽ മാത്രം ഉപകാരപ്പെടുന്ന ഒന്നായി നമുക്ക് മാറാൻ സാധ്യമല്ല. അങ്ങനെ പാടില്ല. പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു, ഇന്ന മിൻ അസ്വാജികും വഔലാദികും അദുവ്വൻ ലക്കും. അദുവ്വ് എന്ന് പറഞ്ഞാൽ ശത്രുത. നിങ്ങളുടെ ഭാര്യ സന്താനങ്ങളിൽ നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്. കാരണം മക്കള് കാരണം നാളെ സ്വർഗം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു വിഭാഗമുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ.
അപ്പൊ നമ്മുടെ മക്കളെ നല്ല മക്കളാക്കി മാറ്റുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. പരിശുദ്ധ ഖുർആനിലെ മറ്റൊരു വചനം വഅലമൂ അന്നമാ അംവാലുകും വഔലാദുകും ഫിത്നത وأن الله عنده أجر عظيم. നിങ്ങളുടെ സന്താനങ്ങളും നിങ്ങളുടെ മക്കളും നിങ്ങളുടെ സമ്പത്തും നിങ്ങൾക്ക് പരീക്ഷണമാണ്. ഫിത്ന എന്ന് പറഞ്ഞാൽ പരീക്ഷണം, പെടങ്ങാറാണ്. ചില സമയത്ത് അവർ അള്ളാഹു പറഞ്ഞ പോലെ മാറിയില്ലെങ്കിൽ നിങ്ങൾക്ക് അവരെ കൊണ്ട് ബുദ്ധിമുട്ട് മാത്രമാണ്. നിങ്ങൾ അറിയണേ അന്നമാ അംവാലുകും വഔലാദുകും ഫിത്ന. നിങ്ങളുടെ മക്കളാകട്ടെ, നിങ്ങളുടെ സമ്പൽ സമൃദ്ധിയാവട്ടെ, അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഫിത്നയായി മാറും. മക്കൾ കാരണം ബുദ്ധിമുട്ടേണ്ട ഒരു അവസ്ഥയിലേക്ക് ഒരു പക്ഷെ നിങ്ങൾ എത്തേണ്ടി വരും. വളരെ ഗൗരവത്തോടു കൂടിയാണ് പരിശുദ്ധമായ ഖുർആൻ നമ്മളോടത് ആ വിഷയം ഉണർത്തി തന്നിട്ടുള്ളത്. മക്കള് കേവലം ചെറുപ്പത്തിൽ മാത്രം അവരെ ശ്രദ്ധിച്ചതുകൊണ്ട് കാര്യമില്ല. അവരുടെ വളർച്ചയിലുടനീളം രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട സംഗതി والوالدات يرضعن أولادهن حولين كاملين لمن أراد أن يتم الرضاعة. 2 കൊല്ലക്കാലം കുട്ടിക്ക് മുലപ്പാൽ കൊടുത്തിട്ടുണ്ട്. വഹ്നൻ അലാ വഹ്ൻ, കഷ്ടപ്പെട്ടുകൊണ്ട് അവരെ പ്രസവിച്ചിട്ടുണ്ട് എന്നതൊന്നും അള്ളാഹുവിനോട് പറഞ്ഞതുകൊണ്ട് പ്രയോജനമില്ല. പഠിച്ചോനെ, ഞാൻ പ്രസവിക്കുകയും കഷ്ടപ്പെട്ട് മുലപ്പാലൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ റബ്ബേ, ഇനിയും ആ കുട്ടി കാരണം ഞാൻ ആഖിറത്തിൽ ദുനിയാവിൽ തന്നെ കുറെ കഷ്ടപ്പെട്ടു, പരലോകം നഷ്ടപ്പെടുന്ന അവസ്ഥയാണോ എന്ന് റബ്ബിനോട് ചോദിക്കേണ്ട ഒരു അവസ്ഥ വരുമെന്നാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത്. അപ്പൊ ചെറുപ്പത്തിൽ നമ്മൾ കൃത്യമായ കടമകൾ നിർവഹിക്കുന്നതോടൊപ്പം അതിനുശേഷവും ചില പെരുമാറ്റ രീതിയൊക്കെ നമ്മുടെ വീട്ടിൽ നിർബന്ധമായിട്ടും നമ്മൾ കാണിക്കണമെന്നാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞു, ചെറുപ്പം പ്രസവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു. പ്രസവ കാലഘട്ടത്തിൽ ചൊല്ലേണ്ട സൂറത്ത് ഞാൻ പഠിപ്പിച്ചു തന്നു. അതിനുശേഷം പ്രസവിച്ച ഉടനെ ചെയ്യേണ്ട കർമ്മങ്ങൾ പറഞ്ഞു തന്നു. അതുപോലെ നല്ല പേരിടാൻ വേണ്ടി പറഞ്ഞു. ഇതൊക്കെ ഇന്ന മിൻ ഹഖ്ഖിൽ വലദി അലൽ വാലിദി അൻ യുഹ്സിനു ഇസ്മഹു വ അൻ യുഹ്സിന അദബഹു. ഓരോ കുട്ടിയുടെയും അവന്റെ വാപ്പയുടെ കടമയിൽപ്പെട്ടതാണ്, അല്ലെങ്കിൽ വാപ്പയിൽ നിന്ന് കിട്ടേണ്ട വലിയൊരു ബാധ്യതയാണ് അവനെ നല്ല പേര് വിളിക്കലും അവനെ അദബ് പഠിപ്പിച്ചു കൊടുക്കലും. വഇന്നകും തുദഊന യൗമൽ ഖിയാമഹ ബിഅസ്മാഇകും വഅസ്മാഇ ആബാഇകും ഫഹ്സിനു അസ്മാഅകും. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇന്നകും തുദഊന യൗമൽ ഖിയാമഹ, നിശ്ചയമായിട്ടും പരലോകത്ത് നിങ്ങൾ വിളിക്കപ്പെടുന്നത് നിങ്ങളുടെ പേര് വെച്ച്, അതുകൊണ്ട് നിങ്ങളുടെ വാപ്പാന്റെ പേര് വിളിച്ചുകൊണ്ടാണ്. ഒരാളെ നാളെ ആഖിറത്തിൽ വിളിക്കപ്പെടുന്നത് അയാളെയും അയാളുടെ ഉപ്പാന്റെ പേരും വിളിച്ചുകൊണ്ടാണ്. പല ആളുകളും കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലപ്പോഴായി പറയാറുണ്ട്, കല്യാണം കഴിഞ്ഞാൽ നിങ്ങളുടെ ഭർത്താവിന്റെ പേരിനോട് ചേർക്കുന്നത് കൊണ്ട് തെറ്റില്ല. പക്ഷേ ഒരാൾ അറിയപ്പെടേണ്ടത്, അതല്ലെങ്കിൽ ആളുകളെടുത്ത് പറയേണ്ടത് ഇസ്മായിട്ട് എപ്പോഴും ഉപ്പാന്റെ പേരായിരിക്കണം ഉണ്ടാകേണ്ടത്. ഭർത്താവിന്റെ പേര് നമ്മൾ ലെറ്ററായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് തെറ്റില്ല. പക്ഷേ നമ്മുടെ പേര് മറ്റൊരാളോട് പറയുന്ന സമയത്ത് അവരുടെ പേരിനോട് ചേർക്കപ്പെടേണ്ടത് അവനവന്റെ ഉപ്പയുടെ പേരാണ്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, വഇന്നകും തുദഊന യൗമൽ ഖിയാമത്തി ബിഅസ്മാഇകും വഅസ്മാഇ ആബാഇകും. ആബാഇകും എന്ന് പറഞ്ഞാൽ വാപ്പാന്ന് അർത്ഥം. നിങ്ങളുടെ രക്ഷിതാവിന്റെ, നിങ്ങളുടെ ഉപ്പാന്റെ പേര് കൊണ്ടാണ് നിങ്ങൾ വിളിക്കപ്പെടുന്നത് പരലോകത്ത്. ഫഹ്സിനു അസ്മാഅകും, അതുകൊണ്ട് നല്ല പേരിടണം നിങ്ങൾ മക്കൾക്ക്. ഇന്നലെ ഇതിനെ സംബന്ധിച്ചൊക്കെ വിശദമായി നമ്മൾ പറഞ്ഞത് أن النبي صلى الله عليه وسلم غير اسم عاصية وقال أنت جميلة.
ആസിയ എന്ന പേര് ഒരു പെണ്ണിനുണ്ടായിരുന്നു. ആ പെണ്ണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് വന്നു. ആസിയ എന്ന് പറഞ്ഞാൽ ദോഷം ചെയ്യുന്നവൾ എന്നാണ് അതിന്റെ അർത്ഥം. ദോഷം ചെയ്യുന്നവൾ. അപ്പൊ ഈ പെണ്ണിനോട് പിതാവ് ചോദിച്ചു, എന്താ മോളെ നിന്റെ പേര്? ആ പെണ്ണ് പറഞ്ഞു, നബിയെ എന്റെ പേര് ആസിയ എന്നാണ്. ആസിയ അല്ല, ആസിയ. ഇസ്മത്ത് ആസിയ. ആസിയ എന്ന് പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ പേര് പറ്റൂല. വയ്യറ ഇസ്മ ആസിയ. ആസിയ എന്ന് പറഞ്ഞ പേര് ഇനി ശരിയാകൂല, നിന്റെ പേര് ഞാൻ മാറ്റാൻ പോവുകയാണെന്ന് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഖാല അൻതി ജമീല, നിന്റെ പേര് ഇനി ജമീല എന്നാണ് എന്ന് പറഞ്ഞിട്ട് പേര് മാറ്റി. അപ്പൊ മോശപ്പെട്ട പേര് ഇട്ടത് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പേര് മാറ്റിയ കുറെ സംഭവങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ അതിനെ വിശദമായി പറഞ്ഞത്. നമ്മൾ ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾക്ക് നല്ല രൂപത്തിൽ ആ മക്കളെ ദീന് പഠിപ്പിക്കുകയും അദബ് പഠിപ്പിക്കുകയും അതോടൊപ്പം ജനനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയും നല്ല വൃത്തിയിൽ അവരെ അത് മനസ്സിലാക്കി അത് ചെയ്തു കൊടുക്കണം. ബാങ്കി കാമത്ത് പേരിടൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇപ്പൊ 1 വയസ്സും 2 വയസ്സുമുള്ള സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ, ഒരു 7 വയസ്സ് വരെയുള്ളതൊക്കെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി. അതിനുശേഷം കുട്ടിക്ക് കുറച്ച് ബുദ്ധി വെക്കുന്ന കാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ തിരിച്ചറിയാൻ പറ്റുന്ന ബോധം വെക്കുന്ന ഒരു കാലഘട്ടം. 7 വയസ്സ് കഴിഞ്ഞാൽ നിങ്ങൾ കുട്ടികൾക്ക് നിസ്കാരം കൊണ്ട് കൽപ്പിക്കുകയും 10 വയസ്സായിട്ട് നിസ്കരിക്കുന്നില്ലെങ്കിൽ അവരെ അടിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞു. അടിക്കുക എന്ന് പറഞ്ഞാൽ കമ്പിയെടുത്ത് കുത്താന്നല്ല, സ്നേഹത്തോടുകൂടി മോനെ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അത് ശരിയല്ല എന്ന് അവർക്ക് ബോധ്യപ്പെടുത്തുന്ന രൂപത്തിലുള്ള ചെറിയ അടി, മുറിവ് പറ്റുന്നതോ അല്ലെങ്കിൽ രക്തം ചെല്ലുന്നതോ രക്തം ഒഴുകുന്നതോ ആയ അടി ഒരിക്കലും മക്കളെ തല്ലാൻ പറ്റൂല. ഇത് ഗൗരവത്തോടെ എല്ലാവരും മനസ്സിലാക്കണം. 10 വയസ്സായാൽ നിസ്കരിച്ചില്ലെങ്കിൽ ഉസ്താദ് അടിക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് വീടിന്റെ കൗക്കോൽ ഊരിയിട്ട് തല്ലാൻ പാടില്ല. അവരെ വളരെ സ്നേഹത്തോടു കൂടിയുള്ള ഒരു എന്താ പറയാ, നീ ചെയ്തത് ശരിയായില്ല എന്ന് അവരെ തോന്നിപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരു അടി, ഒരു ചെറിയ അടി അത്ര ചെയ്യാൻ പറ്റും. അല്ലാതെ തലക്ക് കൂട്ടുക, പെരടിക്ക് അടിക്കുക, തല പിടിച്ച് ചുമരുമൽ ഒരുത്തുക, ഇതൊന്നും ഒരു നിലക്കും രക്ഷിതാക്കൾ ചെയ്യാൻ പാടുള്ളതല്ല. ഇനി എന്താണ് ചെയ്യേണ്ടത്? ഒരു 10 വയസ്സിനൊക്കെ ശേഷം ഗൗരവത്തോടുകൂടി രക്ഷിതാക്കൾ ചെയ്യേണ്ടത് അതാണ് നമ്മൾ ഇന്ന് വിശാലമായിട്ട് ആദ്യം പറയാൻ പോകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അദ്ദിബൂ ഔലാദകും വഅഹ്സിനൂ അദബഹും. നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ പൂർണ്ണമായി അദബ് പഠിപ്പിച്ചു കൊടുക്കണം. അദബ് പഠിപ്പിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ പെരുമാറ്റം പഠിപ്പിക്കണം. ഉപ്പയോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്, വല്യമ്മയോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്, വീട്ടിലേക്ക് ഒരാൾ വന്നാൽ എങ്ങനെയാണ് പെരുമാറേണ്ടത്, ഒരതിഥി വീട്ടിലേക്ക് വന്നാൽ എങ്ങനെയാണ് പെരുമാറേണ്ടത്, വീട്ടിൽ എങ്ങനെയൊക്കെയാണ് നമ്മൾ നിലയുറപ്പിക്കേണ്ടത്, ഇത് ഉപ്പമാരും അമ്മമാരും മക്കൾക്ക് ഗൗരവത്തോടെ പഠിപ്പിച്ചു കൊടുക്കേണ്ടതാണ്. നിങ്ങളുടെ മക്കൾ രാവിലെ എഴുന്നേറ്റ് കിടന്ന കിടപ്പായി പോലും മടക്കി വെക്കാതെ എഴുന്നേറ്റോടുന്നവരാണോ? 11 മണിക്ക് അല്ലെങ്കിൽ 12 മണിക്ക് മക്കളുടെ ഡ്രസ്സ് അലക്കാൻ വേണ്ടി എടുക്കാൻ നിങ്ങൾ പോയി നോക്കുമ്പോൾ അവരുടെ കുപ്പായം കാണാനില്ല, പാന്റ് കാണാനില്ല, അവരുടെ ശരീരത്തിൽ അണിയുന്ന വസ്ത്രങ്ങൾ, പാന്റ് കാണുന്നില്ല, ടോപ്പ് കാണുന്നില്ല, ബനിയൻ കാണുന്നില്ല. നോക്കുന്ന സമയത്ത് ഓരോന്നോരോ സ്ഥലത്താണ്. അങ്ങനെ ആകാൻ പാടില്ല. 5ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഒരു 10 വയസ്സ് കഴിഞ്ഞാൽ മെച്യൂരിറ്റിയെ ഏകദേശം അവർക്ക് പ്രായപൂർത്തിയുടെ സമയങ്ങളിലേക്ക് കടന്നു. പെൺകുട്ടികളാണ് പ്രത്യേകിച്ച്, ആൺകുട്ടികളാണെങ്കിൽ പിന്നെയും കുറച്ച് കഴിഞ്ഞ് ഒരു 12-13 വയസ്സാകുമ്പോഴേക്ക് ഏകദേശം മെച്യൂരിറ്റി കുട്ടികൾക്ക് വന്നു. അത് കഴിഞ്ഞാൽ അവരെ പ്രത്യേകം അതിന് മുമ്പ് തന്നെ ഒരു 10 വയസ്സ് കഴിഞ്ഞാൽ നിങ്ങൾ പ്രധാനമായും ശീലിപ്പിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അതിലൊന്നാണ് അദബ് പഠിപ്പിക്കുക. ഏറ്റവും നല്ല രൂപത്തിൽ പൂർണ്ണമായ പെരുമാറ്റം അവരെ പഠിപ്പിക്കണം, സംസ്കാരം പഠിപ്പിക്കണം.
നമ്മളെ ചെറിയ മക്കളാണ് 1ാം ക്ലാസ്സിലല്ലേ 3-ലല്ലേ, അത് 3ാം ക്ലാസ് വരെ ഓക്കെ. പക്ഷെ ഒരു 5ാം ക്ലാസ് കഴിഞ്ഞാൽ അവർക്ക് ഏകദേശം മെച്യൂരിറ്റി പ്രായത്തിലേക്ക് വന്നു. ഒരു 5-ലോ 6-ലോ എത്തിക്കഴിഞ്ഞാൽ തന്നെ കൃത്യമായ അദബ് പഠിപ്പിച്ചു തുടങ്ങണം. മര്യാദയും പെരുമാറ്റ രീതികളും. നിങ്ങളെല്ലാവരും ആലോചിച്ച് നോക്കി. നിങ്ങൾ 7ാം 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോന്റെ ഡ്രസ്സ് അലക്കുന്ന സന്ദർഭം ആലോചിച്ച് നോക്കി. മോന്റെ റൂമിലോ കിടന്നുറങ്ങണ റൂമൊക്കെ പോയി കഴിഞ്ഞാല് കുപ്പായം അൽമറിന്റെ മേലെ, പാന്റ് സോഫന്റെ അടിയിൽ, അവന്റെ ബനിയൻ നോക്കുന്ന സമയത്ത് കാണാനില്ല. തപ്പി നോക്കുമ്പോ കട്ടിന്റെ ചോട്ടില് ഇങ്ങനെ നാനാ ഭാഗത്തുനിന്നും ഡ്രസ്സ് വാരിയെടുത്തിട്ട് കൊണ്ടുപോയി അലക്കുന്ന ഒരു സിസ്റ്റം നമ്മുടെ വീട്ടിൽ ഉണ്ടാകാൻ പാടില്ല. അവിടെയാണ് അധികവും ഔലാദക്കും മക്കളെ നിങ്ങൾ ഇത്തരം അത് പഠിപ്പിക്കണമെന്ന് റസൂൽ പറഞ്ഞത്. മക്കളോട് ആദ്യം തന്നെ പറയാം, മോനെ നാളെ തൊട്ട് നിന്റെ ഡ്രസ്സ് അലക്കണമെങ്കിൽ അലക്കാൻ ഇട്ടേണ്ട ഡ്രസ്സ് കൃത്യമായ സ്ഥലത്ത് കൊണ്ട് വെക്കണം. അല്ലാതെ ഈ ഗവേഷണം ചെയ്ത് റിസർച്ച് ചെയ്ത് തപ്പി അരമണിക്കൂർ പുര മുഴുവൻ തപ്പിയിട്ട് നിന്റെ ഡ്രസ്സ് കണ്ടുപിടിക്കേണ്ട ഒരു ഗതികേട് ഉമ്മാക്ക് ഉണ്ടാക്കി വെക്കരുത്. ഇത് മക്കളെ നിർബന്ധമായിട്ട് നമ്മൾ വീട്ടിൽ ശീലിപ്പിക്കേണ്ടതാണ്. രാവിലെ എഴുന്നേറ്റിട്ട് കിടപ്പിലെ വിരിപ്പ് പോലും മടക്കി വെക്കുന്നത് ഉമ്മ, തിന്നാൻ ഉണ്ടാക്കി കൊടുക്കുന്നത് മൊത്തം ഉമ്മ, അലക്കി കൊടുക്കുന്നത് കംപ്ലീറ്റ് ഉമ്മ. എല്ലാ സംഗതികളും മാതാപിതാക്കൾ അങ്ങ് ചെയ്തു കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത തലത്തിലേക്കാണ് നമ്മുടെ മക്കൾ വളർന്നു വരുന്നത്. അങ്ങനെയല്ല ഇസ്ലാമിന്റെ രീതി. നാട്ടു നടപ്പ് അങ്ങനെയാണല്ലോ എന്നല്ല ചിന്തിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് പറഞ്ഞു? ആദ്യം തന്നെ നബി തങ്ങൾ ഹബീബായ തങ്ങളുടെ മക്കളെ കൊണ്ട് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഭാര്യയെ സംബന്ധിച്ച് മക്കളോട് നല്ലത് പറയാറുണ്ട്. എന്ന് വെച്ചാൽ മക്കൾ അമ്മാനെ പറ്റി നല്ലതേ പറയും. എല്ലാ മക്കളെടുത്തും നല്ലത് പറയും ഉമ്മാനെ പറ്റി. മോനെ മക്കളെ, നിങ്ങളുടെ ഉമ്മയാണ് നിങ്ങൾക്ക് അലക്കി തരുന്നത്, നിങ്ങൾക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി തരുന്നത് നിങ്ങളുടെ ഉമ്മയാണ്. ആ ഉമ്മാനെ സഹായിച്ചു വേണം നമ്മുടെ വീട്ടിൽ ഓരോ കാര്യങ്ങളും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ മക്കളെ പഠിപ്പിക്കുകയാണ്. ഇത് വാപ്പാരും പഠിപ്പിക്കണം, ഉമ്മാരും പഠിപ്പിക്കണം. അല്ലാതെ 11 മണി മുതൽ മകന്റെ ഡ്രസ്സ് തപ്പാൻ ഇറങ്ങിയതാണ്. വീട്ടിൽ മൊത്തം തപ്പി അവിടെയും ഇവിടെയും സോഫന്റെ മേലെ, അൽമറിന്റെ മേലെ, അൽമറിന്റെ ഇടുക്കില്, കട്ടിലിന്റെ ചോട്ടിൽ മൊത്തം തപ്പി എല്ലാം അലക്കി നോക്കുമ്പോ സോക്സ് കാണാനില്ല, ഒറ്റ സോക്സേ ഉള്ളൂ. അല്ലെങ്കിൽ ഡ്രസ്സ് ഒന്നും കാണാനില്ല. സുബ്ഹാനല്ലാഹ്, നോക്കുന്ന സമയത്ത് ഒരു ഡ്രസ്സേ തപ്പിയപ്പോ കിട്ടിയിട്ടുള്ളൂ, ഒരു സോക്സേ കിട്ടിയിട്ടുള്ളൂ, മറ്റേ സോക്സ് കാണാനില്ല. പിന്നെ ഇങ്ങനെ വീട് വൃത്തിയാക്കുന്ന സമയത്താണ് ഏതോ ഒരു അൽമറിന്റെ ചോട്ടിൽ കിട്ടിയത്. ഇങ്ങനെ ഒരു അവസ്ഥ, ഡ്രസ്സ് വലിച്ചു വാരി എറിയുന്ന ഒരു വീടാണോ, ആ വീട്ടിൽ ബറക്കത്ത് ഉണ്ടാവുകയില്ല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. വസ്ത്രം വാരി വലിച്ചു വിതറുന്ന വീടാണോ, ആ വീട്ടിൽ അല്ലാഹു ബറക്കത്ത് ചെയ്യൂല. എല്ലാ ഉമ്മമാരും ഇത് ഗൗരവത്തോടെ മക്കളെ പഠിപ്പിക്കണം. എത്ര പൈസ ഉണ്ടായിട്ടും തികയുന്നില്ല, ദാരിദ്ര്യം വിട്ടുപോകുന്നില്ല, എപ്പോഴും പ്രശ്നങ്ങൾ മാത്രമാണ്, മനസ്സിനൊരു സമാധാനമില്ല, ഏത് സംരംഭം തുടങ്ങിയിട്ടും വിജയിക്കുന്നില്ല, എന്ത് നല്ലത് ചെയ്തിട്ടും കാര്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വസ്ത്രം വലിച്ചു വാരി വിതറുന്ന വീടാണോ, അവരുടെ വസ്ത്രം ഇങ്ങനെ വലിച്ചു വാരി വിതറുന്ന വീടാണ്. റൂമിലേക്ക് ചെന്നാൽ അവിടെ വൃത്തിയില്ല, വെടിപ്പില്ല, ഉള്ളതനുസരിച്ചുകൊണ്ട് അവനവന്റെ വസ്ത്രങ്ങൾ മടക്കി ഒതുക്കി വൃത്തിയാക്കി ഒരു പെട്ടിയിലോ അലമാരയിലോ ഒരയലിലോ ചേർത്ത് വെക്കാതെ അത് ചുരുട്ടി വലിച്ചെറിയുകയാണ്. കട്ടില് മനുഷ്യൻ കിടക്കാനുള്ളതാണ്. കട്ടിലിന്റെ മൂലയില് മോന്റെ കുപ്പായം, കട്ടിലിന്റെ ചോട്ടിൽ മോന്റെ പേര്, കട്ടിലിന്റെ സൈഡില് അവന്റെ തൊപ്പി കിടക്കുന്നു, അതിന്റെ സൈഡില് വിരിപ്പ് ചുരുട്ടി മാറി വലിച്ചെറിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയാണോ നിങ്ങളുടെ സിയാബുകൾ? അത് ഡിസോർഡർ ആണോ? ആ വീട്ടില് റഹ്മത്തിന്റെ മലക്കുകളുടെ സാന്നിധ്യമില്ല. ഈ ബംഗാളികൾ താമസിക്കുന്ന റൂമുണ്ടാവും ചില സ്ഥലത്ത്.
ഒരു റൂമിൽ 20 ആൾക്കാർ. അവിടെ കയറി നോക്കിക്കഴിഞ്ഞാൽ കിടക്കും, അവർ കിടപ്പ്. ആ കിടക്കുന്ന പായ പോലത്തെ സാധനം വിരിപ്പ്. ആ വിരിപ്പിനെ എടുത്ത് കൊടുത്തിട്ടാണ് അവർ പണിക്കും പോകുക. ആ ഒരു ടൈപ്പ് റൂം ആവരുത് നമ്മുടെ വീട്ടിലെ റൂമുകൾ. ഒരു ബംഗാളി റൂമിലേക്ക് കളിയാക്കുന്നല്ല, ബംഗാളി റൂമിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരു 10 ആള് താമസിക്കാണ്. ഒരുത്തന്റെ തുണിയാട്ട് ഊരിയിട്ട് അവിടെ വിരിക്കും, അതിൽ കിടക്കും. പിറ്റേന്ന് വേറൊരുത്തൻ ആ തുണി എടുത്തിട്ട് പണിക്ക് പോകും. സുബ്ഹാനല്ലാഹ്, കുപ്പായ അവസ്ഥയിൽ തൂക്കിയിട്ടുണ്ടാവും. ഈ രൂപത്തിൽ നമ്മുടെ വീട് ഒരുപാട് ലേബേഴ്സ് താമസിക്കുന്ന, ജോലിക്കാര് താമസിക്കുന്ന റൂം പോലെ, ഹോസ്റ്റൽ റൂം പോലെ നമ്മുടെ വീടാക്കാൻ പാടില്ല. ഇത് ഗൗരവത്തോടെ പറയാൻ കാരണം ഹദീസാണ് ഞാൻ പറഞ്ഞത്, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ്. ഇത് ഗൗരവത്തോടെ എല്ലാ ഉമ്മമാരും ഇന്ന് മുതൽ വീട്ടിൽ ശ്രദ്ധിക്കണം. രാവിലെ മക്കൾ എഴുന്നേറ്റ് ഒരു 1-ാം ക്ലാസ്സിലെ മോനെ കൊണ്ട് ഇതെല്ലാം എടുത്ത് തുമ്പിനെ കല്ലെടുപ്പിക്കുന്ന പോലെ വിരിപ്പും ഇതെല്ലാം അടിക്കപ്പെടണമെന്നല്ല ഞാൻ പറഞ്ഞു. ഒരു 5 കഴിഞ്ഞാൽ അവർക്കൊരു മെച്യൂരിറ്റി എത്തി, കുറച്ച് ആരോഗ്യമൊക്കെ വെച്ച്, സുബ്ഹാനല്ലാഹ്, ഒരു 5-ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞ കുട്ടി ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഓരോട് പറയണം, മോനെ നാളെ നിനക്ക് ഡ്രസ്സ് അലക്കി കിട്ടണമെങ്കിൽ നീ വൈകുന്നേരം സ്കൂൾ വിട്ട് വന്നിട്ട് കുപ്പായം വലിച്ചെറിയുന്ന, ഡ്രസ്സ് വലിച്ചെറിയുന്ന, പാന്റ് വലിച്ചെറിയുന്ന ഏതെങ്കിലും കൊണ്ടുപോയിട്ടാൽ അത് ഉമ്മ അലക്കി തരൂല. ഒരു ബോക്സ് വാങ്ങിച്ചു കൊടുക്കുക, ഒരു ബോക്സ് കിട്ടുമല്ലോ, ഒരു ബോക്സ് അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്ഥലം കാണിച്ചു കൊടുത്തിട്ട് അലക്കാനുള്ളത് മുഴുവൻ എല്ലാ മക്കളും ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടാവും. എങ്ങനെയാണെങ്കിൽ നല്ല സുഖമായിരിക്കും. പിറ്റേന്നൊക്കെ അവിടെ എടുത്തു പോയാൽ മതി. ഇതിങ്ങനെ അവിടെ കട്ടിലും ചോട്ടിലും അവിടെ ഇവിടെയും തപ്പേണ്ട കാര്യമില്ല. അതാണ് അതബ് പഠിപ്പിക്കാന്ന് പറഞ്ഞത്. ഉമ്മാനെയും വാപ്പാനെയും മക്കൾക്കും മനസ്സിൽ റെസ്പെക്ട് ഉണ്ടാവണം. ഇത് ഏടെങ്കിലും വലിച്ചെറിഞ്ഞാലും വേണ്ടില്ല, പിറ്റേന്ന് നിന്റെ അമ്മ അത് തപ്പി എടുത്തോളൂ. ഈ തപ്പി മീൻ പിടിക്കാൻ പോകുന്ന മാതിരി, കടലിൽ പോണ മാതിരി, എങ്ങനെങ്കിലും സുബ്ഹാനല്ലാഹ് വൈകുന്നേരം ആകുമ്പോൾ അമ്മ അത് തപ്പി ഊരി എടുത്തോളൂ എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു സിസ്റ്റം നമ്മുടെ വീട്ടിൽ ഉണ്ടാകരുത്. അപ്പോ ഒരു 5-ാം ക്ലാസ് കഴിഞ്ഞ മക്കളൊക്കെ ശീലിപ്പിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ശീലം, അവരുടെ വസ്ത്രം അത് കൃത്യമായൊരു സ്ഥലത്ത് വെക്കുക. അലക്കിയ വസ്ത്രം കൃത്യമായൊരു സ്ഥലത്ത്. അലക്കിയ വസ്ത്രവും അലക്കാത്ത വസ്ത്രം കൂടി പുരണ്ടു പോകുന്നത് അത് ബറക്കത്ത് കേടാണ് എന്നാണ് മഹാന്മാര് പറയുന്നത്. നമ്മൾ ഒരു ഭാഗത്ത് അലക്കിയ ഡ്രസ് ഉണ്ട്, അതിലൊക്കെ തന്നെ അലക്കാത്ത ഡ്രസ്സും കൊണ്ടുപോയിടുക. ഇതൊക്കെ മിക്സ് ആയി പോവാ. പിറ്റേന്ന് സ്കൂളിൽ പോകുന്ന സമയത്ത് ഏത് യൂണിഫോം അലക്കുക ഓർമ്മല്ല, അങ്ങനെ സ്മെല്ല് ചെയ്ത് നോക്കുക, എന്നിട്ടും പിടുത്തം കിട്ടുന്നില്ല. അവസാനം ഇന്നലെ 4 ദിവസം ഇട്ട് ആ യൂണിഫോം എടുത്തിട്ട് പിന്നെ സ്കൂളിൽ പോയി. ഇങ്ങനെ ഒരു അവസ്ഥ നമ്മുടെ വീട്ടിൽ ഉണ്ടാവാതിരിക്കാൻ ആ അതവ് നമ്മൾ മക്കളെ നിർബന്ധമായും പഠിപ്പിച്ചു കൊടുക്കണം. അതിൽപ്പെട്ടതാണ് ആ മക്കൾ അവനവന്റെ മക്കൾ, ആണുങ്ങളാവട്ടെ പെണ്ണുങ്ങളാവട്ടെ, ആൺകുട്ടികളാവട്ടെ പെൺകുട്ടികളാവട്ടെ, ആ മക്കളുടെ വസ്ത്രവിധാനം പോലെ തന്നെ പ്രധാനമാണ് അവര് കിടന്ന കിടക്കപ്പായ മടക്കി വെക്കുന്നത്, അല്ലെങ്കിൽ വിരിപ്പ് മടക്കി വെക്കുന്നത്. രാവിലെ എഴുന്നേറ്റ് പോയാ തലയിണ കാണാനില്ല, കാലിന്റെ ഭാഗത്താണ്. പിറ്റ നോക്കുന്ന സമയത്ത് തലയിണ കാലിന്റെ ഭാഗത്തുള്ള കട്ടിലിന്റെ താഴെയാണ്. അതെല്ലാം വൃത്തിയാക്കി വെടിപ്പാക്കി വെക്കാൻ നമ്മുടെ മക്കളെ ശീലിപ്പിക്കണം. ഇതെല്ലാം കുറെ കാലം കഴിഞ്ഞാൽ ശീലം ഉണ്ടായിക്കോളും എന്ന് വിചാരിക്കേണ്ട. ലോകത്തിന്റെ നായകൻ പറഞ്ഞു, അദ്ദിബൂ, നിങ്ങൾ ചെറുപ്പം തൊട്ടാണ് ഇത്തരം ശീലങ്ങൾ പഠിപ്പിക്കേണ്ടത്. സലീവാഫിന്റെ വാക്കല്ല, ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ പ്രാധാന്യ രൂപത്തിൽ പറഞ്ഞതാണ്, നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു വേസ്റ്റ് ഒരു ഭാഗത്ത് കണ്ടാൽ നമ്മൾ ആദ്യം കുറ്റം പറയുന്നത് വീട്ടിലെ പെണ്ണുങ്ങളെ ആയിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അത് അങ്ങനെ പറയുന്നത് ഇഷ്ടമല്ല. ഉദാഹരണം പറയാണ്, മുറ്റടിച്ചു വാരിയില്ല, ആരാ കുറ്റം പറയാ? വീട്ടിലെ പെൺകുട്ടികളെ അല്ലേ? സുൽഫത്തിന് എന്താ പണിയെന്നാ ചോദിക്കുക. വീട്ടിൽ സുൽഫത്തും സുൽഫീക്കറും ഉണ്ടെങ്കിലും വീട്ടില് ഒരു ഭാഗത്ത് അടുക്കളയിൽ 2 പ്ലേറ്റ് മോറാതെ പാത്രം കഴുകാതെ വെച്ചിട്ടുണ്ടെങ്കിൽ സുൽഫീക്കർ വീട്ടിലുണ്ട്, സുൽഫത്തും ഉണ്ട്. സുൽഫീക്കർ 8-ാം ക്ലാസ്സിലും സുൽഫീക്കർ +1-ലും സുൽഫത്ത് 9-ാം ക്ലാസ്സിലും സങ്കല്പിക്കും. അപ്പൊ വാപ്പ ആദ്യം കുറ്റം പറയാരാ? ഇവിടെ സുൽഫത്തിന് എന്താ പണി? സുൽഫത്ത് എന്താ ഒന്നും ചെയ്തില്ലല്ലോ, പാത്രം ഒന്നും കഴുകി വെച്ചിട്ടില്ലല്ലോ, അടുക്കള വൃത്തികേടാണല്ലോ, മുറ്റം മോശാണല്ലോ. സുൽഫീക്കർ ഫോണ് തോണ്ടി കുത്തിരിക്കുന്നുണ്ടാവും, അവിടെ ഒരു പണിയില്ലാണ്ട്. സുൽഫീക്കറിന് ഒരു കുഴപ്പമില്ല, സുൽഫത്ത് എല്ലാ പണിയും ചെയ്തു കൊള്ളണം. അങ്ങനെ ഒരു രീതി ഇസ്ലാമിലില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പത്നിയായ ആയിഷ റളിയല്ലാഹു അൻഹാ അവിടെന്ന് പറയാണ്,
കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖ്സിഫു നഅലഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേഴ്സണലായ പണികളെല്ലാം അവിടുത്തെ വസ്ത്രം തുന്നാറുണ്ടായിരുന്നു, വീട്ടിലെ പാത്രങ്ങൾ കഴുകി വെക്കാറുണ്ടായിരുന്നു, വീട്ടു ജോലികളിൽ എന്നെ സഹായിക്കാറുണ്ടായിരുന്നു. ഖദീജ റളിയല്ലാഹു തആല അൻഹയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 6 മക്കൾ ജനിച്ച് വീട്ടിൽ ഖദീജ റളിയല്ലാഹു തആല സഹായിക്കാൻ അവിടുത്തെ മക്കളെ നബി തങ്ങൾ നിർബന്ധിക്കുമായിരുന്നു. അവിടെ ആണോ പെണ്ണോ എന്ന് വേർതിരിവ് പാടുള്ളതല്ല. ഇത് ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. വളരെ സീരിയസ് ആയി മുഴുവൻ ഉമ്മമാരും വീട്ടിൽ ഒരു അച്ചടക്കവും പരസ്പര വിശ്വാസവും ഐക്യവും ഉണ്ടാക്കിയെടുക്കണം. അല്ലാതെ ഇതൊരു വിഭാഗത്തിന്റെ പണി മാത്രമാണ് എന്ന് പറഞ്ഞ് അവരെ മാത്രം അങ്ങനെ ക്രൂശിക്കാൻ പാടുള്ളതല്ല. ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ശരി, ഓക്കെ, മക്കള് ജോലിക്ക് പോയി അധ്വാനിക്കുന്ന മക്കളാണ്, അവർക്ക് വീട്ടിലെ പണി കൂടെ എടുക്കാൻ സമയം കിട്ടൂല. അതേസമയം ഒരു പണിയില്ലാതെ ചൊറിയും കുത്തിരിക്കുന്ന മക്കളുണ്ട്. +1 10 +2. അതുപോലെ നിങ്ങളെ വീട്ടിൽ 9 10 പഠിക്കുന്ന പെൺമക്കളുണ്ട്. അങ്ങനെ ആൺകുട്ടി സ്കൂളിൽ പഠിക്കാണ്, പെൺകുട്ടി സ്കൂളിൽ പഠിക്കാണ്. അവർക്കിടയിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വേർതിരിവ് കാണിക്കാൻ പാടില്ല. ഇതാണ് ചെയ്യാൻ പാടില്ല, ഉമ്മമാരെ ചെയ്യാൻ പാടുള്ളതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിലേക്ക് ഒരാൾ കടന്നു വന്നു. അയാൾ പറഞ്ഞു, നബിയേ, എന്റെ കയ്യിൽ ഒരു സമ്മാനമുണ്ട്, ഞാൻ എന്റെ കുട്ടിക്ക് നൽകാൻ പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, നിനക്ക് എത്ര മക്കളുണ്ട്? അദ്ദേഹം പറഞ്ഞു, നബി, എനിക്ക് 2 മക്കളുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഈ സമ്മാനം നീ ഒരാൾക്ക് മാത്രമാണോ കൊടുക്കുന്നത്? മറ്റേയാൾക്ക് അതിൽ സമ്മതമുണ്ടോ? ആ ആള് പറഞ്ഞു, നബിയെ, ഞാൻ സമ്മതമൊന്നും ചോദിച്ചിട്ടില്ല, ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാൾക്കാണ് സമ്മാനം കൊടുക്കുന്നത്. നബി തങ്ങൾ പറഞ്ഞു, മോനെ, ആ സമ്മാനം നരകത്തിനാണ്, അത് കാരണം നിനക്ക് നരകമാണ്. മക്കൾക്കിടയിൽ വേർതിരിവ് ചെയ്യാൻ പാടുള്ളതല്ല. ഏത് കാര്യത്തിനാണ് അങ്ങനെ തന്നെയാണ്. നിങ്ങളുടെ വീട്ടിൽ ഞാൻ നേരത്തെ ഗൗരവത്തോടെയാണ് ഈ വിഷയം പറയുന്നത്. 9 10 പഠിക്കുന്ന മോളുണ്ട്, +1 പഠിക്കുന്ന മകനുണ്ട്. എന്നാൽ വീട്ടിലെ പണിയെല്ലാം ഈ മകള് ചെയ്യണം, അല്ലെങ്കിൽ എല്ലാം അവളുടെ തലയിൽ, അല്ലെങ്കിൽ വീട്ടിലെ പെണ്ണുങ്ങളുടെ തലയിൽ. ഒരു പണിയില്ലാത്ത മകന് ഒന്നും അറിയണ്ട, അവനിങ്ങനെ ഫോണിൽ കളിച്ചാൽ മതി, അവൻ വൈകുന്നേരം കളിച്ചാൽ മതി, അവൻ ഫുട്ബോൾ, ക്രിക്കറ്റ്, അവന്റെ ആഭാസങ്ങളുമായി, അവന്റെ ലഹരിയുമായി, അവന്റെ ചിന്തയുമായി, അവന്റെ തോന്നലുമായി, അവന്റെ ലോകത്ത് ജീവിക്കാൻ ആരും ചോദിക്കാനില്ല, പറയാനില്ല. ഉമ്മാക്ക് പ്രശ്നമില്ല, വാപ്പാക്ക് പ്രശ്നമില്ല. വീടിന്റെ മുറ്റത്തൊരു വേസ്റ്റ് കൂന കണ്ടാൽ സുൽഫീഖറിനോട് ആരും ചോദിക്കൂല, സുൽഫത്ത് അതിന് മറുപടി പറയണം. വീടിന്റെ അടുക്കളയിൽ 4 പാത്രം കഴുകാതെ കണ്ടാൽ സുൽഫീഖറിനോട് ആരും ചോദില്ല, അതിന് മുഴുവൻ മറുപടി സുൽഫത്ത് പറയണം. അങ്ങനത്തെ ഒരു കാര്യം അള്ളാന്റെ ദീനിലില്ല. വീട്ടിലെ കാര്യങ്ങളിൽ ആൺകുട്ടികളിലും പെൺകുട്ടികളും തുല്യമായി അവർക്കിടയിൽ വിവേചനമില്ലാതെ വളർത്തണമെന്നാണ്. ഇത് നബി തങ്ങളുടെ ജീവിതമാണ് ഞാൻ ഈ പറയുന്നത്. അങ്ങനല്ലേ പഴയകാലം, അങ്ങനല്ലേ കഴിഞ്ഞ കൊല്ല വല്യമ്മ, അങ്ങനല്ലേ വല്യമ്മയും വല്യാപ്പയും അങ്ങനെയായിരുന്നല്ലോ. വീട്ടിൽ അടുക്കളയിൽ പാത്രം കഴുകാതെ കണ്ടാൽ വല്യാപ്പ കുറ്റം പറഞ്ഞത് വീട്ടിലെ സുൽഫത്തിനെയാണ്, വല്യമ്മ ശകാരിച്ചതും സുൽഫത്തിനെയാണ്, സുൽഫീഖർ നല്ല ഉഷാറായിട്ട് അവിടെ കിടന്നുറങ്ങാണ്. അങ്ങനത്തെ ദീനില്ല, അങ്ങനത്തെ വേർതിരിവ് നമ്മുടെ വീട്ടിൽ പാടുള്ളതല്ല. ഗൗരവത്തോടെ ഈ വിഷയം മനസ്സിലാക്കണം. മക്കൾക്കിടയിൽ വേർതിരിവ് പാടുള്ളതല്ല. അതേസമയം വീട്ടിൽ ആൺകുട്ടി ജോലിക്ക് പോവാൻ, സ്വാഭാവികമായിട്ട് അവൻ അധ്വാനിക്കാൻ പോവാണെങ്കിൽ അവനെ കൊണ്ട് വീട്ടിൽ എല്ലാ പാത്രം മോറിക്കണം എന്നാണോ പറഞ്ഞത്? ഒരിക്കലുമല്ല. സ്വാഭാവികമാണ്, അവൻ രാവിലെ കൊണ്ട് വൈകുന്നേരം വരെ അധ്വാനിക്കുന്നു, വൈകുന്നേരം കുറച്ച് റെസ്റ്റ് വേണ്ടി വരും. അപ്പൊ അവനോട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയണമെന്നില്ല. ഈ പറഞ്ഞ കാര്യം എന്താ, ഒരു പണിയില്ലാതെ കുറെ മക്കളുണ്ടല്ലോ ആൺകുട്ടികൾ വീട്ടിൽ, അവര് ഭയങ്കര ഉഷാറായിട്ട് സേഫായിട്ട് മൊബൈൽ ഫോണും തോണ്ടിയിരിക്കും. വീട്ടിലെ പണി മൊത്തം ആൺകുട്ടികളെ കൊണ്ട് മാത്രം ചെയ്യിപ്പിക്കും. അങ്ങനെ ചെയ്യിപ്പിക്കാൻ പാടില്ല. അവിടെ ആൺകുട്ടികളെ കൂടി നിങ്ങളുടെ വീട്ടിൽ എല്ലാ പണികളിലും തിന്ന പാത്രം കഴുകി വെക്കാറുള്ളത് മോശപ്പെട്ട സ്വഭാവം
കുർബാന ചില ആണുങ്ങളൊക്കെ വിചാരിച്ചു വെച്ചത്. അത് ഏറ്റവും നല്ല കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം കഴിച്ച പാത്രം നിബിധങ്ങൾ തന്നെ കഴുകി വെക്കാറുണ്ടായിരുന്നു. അപ്പൊ ആണുങ്ങൾക്കും അതൊക്കെ പറ്റും. ഇതെല്ലാം റിസർവേഷൻ ചെയ്തൊരു നമ്മൾ കപ്പലിൽ പോകുമ്പോണ്ടോ ഫസ്റ്റ് ക്ലാസ് റിസർവേഷൻ, അവിടെ അവര് മാത്രമേ കയറാൻ പറ്റൂ. അതേ പോണം പാത്രം മോറൽ വീട്ടിലെ സുൽഫത്തേക്ക് റിസർവേഷൻ ചെയ്തതാണ് മോളെ 15 കൊല്ലത്തേക്ക്. നീ തന്നെ പാത്രം മോറിക്കൊള്ളണം, ഇവിടെ വേറെ ആരും പാത്രം കഴുകൂല. അങ്ങനത്തെ ഒരു സംഭവം ഇല്ല. ഇതാണ് നമ്മൾ ചെറുപ്പം തൊട്ട് മക്കളെ പഠിപ്പിക്കണമെന്ന് പറഞ്ഞത്. അതാണ് ഹദീസ് പറഞ്ഞു, അദ്ദിബുഔലാദക്കും, നിങ്ങളെ മക്കളെ നിങ്ങൾ മര്യാദ പഠിപ്പിക്കണം. എന്താ മര്യാദ എന്ന് പറഞ്ഞാൽ വീട്ടിലുള്ള ഇത്തരം പെരുമാറ്റങ്ങൾ, കിടന്ന കിടപ്പ്, വിരിപ്പ് മടക്കി വെക്കണം, അവനവന്റെ കാര്യങ്ങളൊക്കെ പരമാവധി ചെയ്യാനുള്ള ശ്രമം ഉണ്ടാകണം. ഇനി ഡ്രസ്സൊക്കെ അമ്മയും അമ്മ അലക്കി തരും, അതുകൊണ്ട് ഡ്രസ്സൊക്കെ വൃത്തിയിലൊരു സ്ഥലത്ത് കൊണ്ടുവെക്കണം. ഇതൊക്കെ നമ്മുടെ മക്കളെ ചെറുപ്പം തൊട്ട് നമ്മൾ പഠിപ്പിക്കൽ നിർബന്ധമാണ്. ഇനി അടുത്ത കടമ ജാബിർ റളിയല്ലാഹു അൻഹു قال دخلت على النبي صلى الله عليه وسلم وهو يمشي على أربع وعلى ظهره الحسن والحسين وهو يقول نعم الجمال جملكما ونعم العدلان أنتما. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് ചെന്നപ്പോ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൃഗം പോലെ ഇങ്ങനെ 4 കാലിൽ നിന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ നടക്കുകയാണ്. അതാണ് നാല് കാലിൽ, അതാണ് ഒരു മൃഗം നടക്കുന്ന പോലെ 2 കൈ കുത്തിയിട്ട് ഇങ്ങനെ പുറമിങ്ങനെ വെച്ചുകൊണ്ട് കാൽമുട്ടിൽ നബി തങ്ങൾ ഇങ്ങനെ നടക്കുകയാണ്. وعلى ظهره الحسن والحسين സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുറത്ത് ഹസൻ റളിയല്ലാഹു അൻഹു ഹുസൈൻ റളിയല്ലാഹു അൻഹു ഉണ്ട്. എന്നിട്ട് നബി തങ്ങൾ പറയാണ്, വഹുവ യഖൂലു നിഅമൽ ജമാലു ജമലുകുമാ വനിഅമൽ ഇദ്ലാനി അൻതുമാ. നിങ്ങളുടെ ഒട്ടകം എത്ര നല്ല ഒട്ടകമാണ്, നിങ്ങളുടെ ഒട്ടകം നല്ല എത്ര ഒട്ടകമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 2 കൈ കുത്തി 2 കാല് കുത്തി ഒട്ടകം പോലെ തങ്ങളുടെ പുറത്ത് 2 കുട്ടികളാണ് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു. അവരോട് പറയാണ്, നിങ്ങളുടെ ഒട്ടകം നല്ല അടിപൊളി ഒട്ടകമാണ്, നിങ്ങൾ രണ്ടാളും തുല്യരാണ്, അടിപൊളിയാണ് എന്ന് ചെറിയ മക്കളോട് ഒപ്പം കളിക്കുകയും ആ മക്കളെ രസിപ്പിക്കുകയും ആനന്ദിപ്പിക്കുകയും ചെയ്തു. ലോകത്തിന്റെ നായകരെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ മക്കളോടൊപ്പം നമുക്ക് കളി ചിരി പങ്കിടാൻ സമയമുണ്ടാകണം. കടിച്ചു പറിക്കുന്ന സ്വഭാവം ഒരു മക്കളും ഇഷ്ടപ്പെടുന്നില്ല എന്ന് വിചാരിച്ചിട്ട് മക്കളെ പുറത്ത് കയറ്റി കളിക്കാന്ന് വിചാരിച്ചിട്ട് 15 16 വയസ്സായ മക്കളെ ഇപ്പൊ കയറ്റി ഊരമുറിക്കരുത്. അതല്ലേ ഈ പറഞ്ഞു അല്ലെ, മക്കളെ പുറത്ത് കയറ്റണമെന്നുണ്ടല്ലേ പറഞ്ഞ അപ്പാടി അനുസരിച്ച് കളയുന്ന ആൾക്കാരുണ്ട്. ഉസ്താദ് എന്താണ് പറഞ്ഞത് അതേപോലെ അങ്ങ് ചെയ്തു കളയും, കൂലി കിട്ടാൻ വേണ്ടി. പിന്നെ വീട്ടിൽ പോയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഒട്ടകം പോലെ ഇങ്ങനെ കിടന്ന് പുറത്ത് 2 കുട്ടികളെത്തും, 2 കുട്ടികളെ കയറ്റിയിട്ടുണ്ട്, കൂലി കിട്ടട്ടെ മാ മോനെ എന്ന് പറഞ്ഞ 10ാം ക്ലാസ്സിലെ മൂത്ത മോനെ സുൽഫീഖറിന് പുറത്തും 2ാമത്തെ പാത്തുമ്മാനെ ബാക്കിലും കയറ്റി കഴിഞ്ഞാൽ ഊര മുറിഞ്ഞിട്ട് എന്ത് ചെയ്യേണ്ടി ഒരു ഹോസ്പിറ്റൽ കൊണ്ടുപോകേണ്ടി വരും. സുബ്ഹാനല്ലാഹ്. അപ്പൊ അങ്ങനെയല്ല, ചെറിയ കുട്ടികളെ കളിപ്പിക്കണമെന്നാ പറഞ്ഞത്. വീട്ടിലെ ചെറിയ മക്കളാണെങ്കിൽ അങ്ങനെ കളി, വലിയ മക്കളാണെങ്കിൽ അവരോട് അവർക്ക് യോജിച്ചതായ രൂപത്തിലുള്ള കളി തമാശകളിൽ ഏർപ്പെടൽ സുന്നത്താണ്. ഇതെല്ലാവരും വാപ്പാർക്കുമാർക്കും ഒക്കെ പറ്റുമൊക്കെ എടുത്ത് നല്ല നല്ല രസകരമായ കളികൾ. ഇന്നത്തെ കാലത്ത് മക്കളെ കിട്ടൂല്ല. അല്ലാഹുവല്ലോ നിങ്ങൾ കളിച്ചോന്നറിയും. വാപ്പയും ഞങ്ങളെങ്കിലും തമ്മിൽ എവിടെങ്കിലും പോയി ഓട്ട മത്സരം നടത്തിക്കോ, നമ്മളില്ലേ. അപ്പൊ കിട്ടുന്ന ചെറിയ പ്രായത്തിലൊക്കെ ചെറിയ കുഞ്ഞു മക്കൾ എന്ത് ചെയ്യാം, അവരെ കളി തമാശകളിൽ ചേർത്ത് പിടിക്കുന്നത് സുന്നത്താണ്, കൂലി കിട്ടുന്നതാണ്. ഇനി പ്രായമെത്തി കഴിഞ്ഞാലും അവരോട് ഏറ്റവും നല്ല രസകരമായി സരളമായി മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ എന്ന് റസൂലുള്ളാഹ്. നബി സല്ലല്ലാഹു അലൈഹി ഉബൈദില്ലാഹി ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു സിഫ അബ്ദുല്ലാഹി വ ഉബൈദില്ലാഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തെ ചെറിയ കുട്ടികളോടൊപ്പം സ്ഥിരമായി ഓട്ട മത്സരം നടത്താറുണ്ടായിരുന്നു. ചെറിയ മക്കളോടൊപ്പം നബി തങ്ങൾ ഓട്ട മത്സരം നടത്തും. ഭാര്യന്റെ കൂടെ പോലും ഓട്ട മത്സരം നടത്തിയിട്ടുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നബി തങ്ങളുടെ ഭാര്യയാണ്. ആയിഷ ബീവിന്റെ കൂടെ നബി തങ്ങൾ ഓട്ട മത്സരം നടത്തി. ഒരു പ്രാവശ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
ഫസ്റ്റ് പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വിജയിച്ചു. രണ്ടാമത്തെ പ്രാവശ്യം നബി തങ്ങളും വിജയിച്ചു. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തമാശ രൂപേണ പറയുകയാണ്, ഇത് ആദ്യത്തേതിന് പകരമാണ്. ഇത് രസമായിരിക്കും അവരൊക്കെ ജീവിതം. ഇന്ന് നമ്മളൊന്ന് ആലോചിച്ചു, നമ്മുടെ നാട്ടിലെ ഖാദർ കാക്കയും അതുപോലെ ഖാദർ കാക്കന്റെ പെണ്ണുങ്ങൾ ഖദീജ താത്തി ഓട്ടമത്സരം നടത്തിയാൽ എന്താ പറയാ, ഭ്രാന്ത് മൂത്തിട്ടുണ്ട്, ഹെലികോപ്റ്റർ വിളിക്കണോ അതല്ല വെസൽ ബുക്ക് ചെയ്യണോ നോക്കിക്കും അല്ലേ? വെസൽ ബുക്ക് ചെയ്താൽ മതിയോ അല്ല ഹെലികോപ്റ്റർ വിളിച്ച, ഹെലികോപ്റ്റർ ആണെങ്കിൽ എത്രയും പെട്ടെന്ന് കുതിരവട്ട ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ അത്രയും വേഗം ശരിയായി കിട്ടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഭാര്യമാരോടൊപ്പം ഓട്ട മത്സരം കുഞ്ഞു മക്കളെ ക്ഷണിക്കുകയും അവരോടൊപ്പം നിമിത്തങ്ങൾ സ്ഥിരമായി കളിക്കാറുണ്ടായിരുന്നു. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ്, ഇതൊന്നും സലീം വാഫി സ്വന്തം ഇഷ്ടപ്രകാരം പത്രത്തിൽ നോക്കി വായിക്കല്ല. ഇത് അള്ളാഹുവിന്റെ റസൂലിന്റെ പരിശുദ്ധമായ ഹദീസുകളാണ്. ഇത് സത്യസന്ധമായി നമ്മൾ മനസ്സിലാക്കേണ്ട പോയിന്റാണ് എല്ലാം പറഞ്ഞത്. ഒന്നും എന്റെ ഇഷ്ടപ്രകാരം സ്റ്റാറ്റസ് വീഡിയോ പോലെ ഏതെങ്കിലും പറഞ്ഞതല്ല. ഇതെല്ലാം കിതാബിലുള്ള വിവിധങ്ങളുടെ വാക്കുകളാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു عليه وسلم علموا أبناءكم السباحة والرمي. നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് കൈത്തൊഴിൽ പഠിപ്പിക്കണം. വൽമർഅതു മഗ്സൂൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നീന്തലും അമ്പെയ്ത്തും പഠിപ്പിക്കണം, കൈത്തൊഴിൽ പഠിപ്പിക്കണം. അതുപോലെ നിങ്ങളുടെ പെൺകുട്ടികൾക്ക് നിങ്ങൾ തുന്നൽ പഠിപ്പിച്ചു കൊടുക്കണം. അക്കാലത്തുള്ള ഒരു കൈത്തൊഴിലാണ് തുന്നൽ. അതുപോലെ അമ്പെയ്ത്ത്, നീന്തലൊക്കെ അക്കാലഘട്ടത്തിൽ ഒരു സെറ്റപ്പ് പരിപാടികളാണ്. ഇന്നത്തെ കാലത്ത് എന്താണോ കുട്ടികൾക്ക് നല്ല നല്ല ക്രാഫ്റ്റ് വർക്കുകൾ പഠിപ്പിച്ചു കൊടുക്കണം. എന്തെങ്കിലും ഒരു ചെറിയൊരു ജോബ് അവർക്ക് ചെറുപ്പം തൊട്ടേ അവരുടെ പഠനത്തിൽ ഒരു വെക്കേഷണൽ പരിപാടി അവരുടെ ലൈഫിൽ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണോ. പെൺകുട്ടികളാണെങ്കിൽ ഇന്നത്തെ തലമുറയിലെ പെൺകുട്ടികളൊന്നും തുന്നലിനൊന്നും കിട്ടൂല. നമുക്ക് ഭ്രാന്തുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോ നമ്മൾ ചെറിയ പെൺകുട്ടികളാണെങ്കിൽ എന്താണ് പുതിയ കാലത്തിൽ ഒരുപാട് വർക്കുകൾ, ഫാഷൻ ഡിസൈനിങ് ഉണ്ട്, അതുപോലെ ക്രാഫ്റ്റ് വർക്കുകൾ ഉണ്ട്, ഒരുപാട് റെസിൻ ആർട്ടുകളുണ്ട്, കാലിഗ്രാഫി ഉണ്ട് അല്ലെ, നല്ല വസ്ത്രം നന്നായിട്ട് ഡിസൈൻ ചെയ്യുന്ന പരിപാടികളുണ്ട്. ഇങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. ചെറുതായിട്ട് നമുക്ക് ചെയ്തിട്ട് ചെറിയ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യം, ഭാവിയിൽ ഉപകരിക്കുന്ന കാര്യങ്ങൾ. ഇനി തുന്നലാണെങ്കിൽ തന്നെ ഏറ്റവും ഡിമാൻഡുള്ള ഒരു സംഗതിയാണ് കേരളത്തിലൊക്കെ ഇപ്പോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് തുന്നൽ എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും നന്നായിട്ട് ആ വിഷയത്തിലൊക്കെ ഡിസൈൻ ചെയ്യുന്ന ആളുകൾ ലക്ഷക്കണക്കിന് രൂപയാണ് സാലറി കേരളത്തിൽ. അവിടെ തന്നെ എന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച ഒരു പെൺകുട്ടി എന്താ ഫാത്തിമ സ്വാലിഹ, ആ പെൺകുട്ടി അടുത്ത കാലത്ത് എന്റെ അടുത്ത് കാണാൻ വന്ന സമയത്ത് പറഞ്ഞു, ഉസ്താദേ ഞാന് +2 കഴിഞ്ഞിട്ട് തുന്നലിനാണ് പോയത്. തുന്നൽ എന്ന് പറഞ്ഞാൽ അതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേഷൻ, ഫാഷൻ ടെക്നോളജി ഡിസൈനിങ് ഒക്കെ ചെയ്യാൻ വേണ്ടി പഠിക്കാൻ പോയതാണ്. 2.5 ലക്ഷം രൂപ സാലറിക്കാണ് അവൾ ഇന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ തുന്നൽ അതൊരു മോശപ്പെട്ട സംഭവം ഒന്നല്ല. അതിൽ ഏറ്റവും നല്ല അപ്ഡേഷൻ കൊണ്ടുവന്നാൽ അതിൽ ഏറ്റവും നല്ല ഉഷാറിലേക്ക് എത്താൻ പറ്റും. ഞാൻ പറഞ്ഞു വരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ അല്ലിമു അബ്നാഅകും, നിങ്ങൾ നിങ്ങളുടെ മക്കളെ നിങ്ങൾ കൈത്തൊഴിൽ പഠിപ്പിച്ചു കൊടുക്കണം. മക്കൾ ഇങ്ങനെ തിന്നാ കളിക്കാൻ പോവുക, ഇതല്ലാതെ വേറെ ചിന്ത മക്കൾക്കില്ല എന്നൊരവസ്ഥ ഉണ്ടാവരുത്. അവർക്ക് കൃത്യമായൊരു തൊഴിൽ ചെറുപ്പം തൊട്ട് 5, 8, 8ാം ക്ലാസ് ഒക്കെ എത്തുമ്പോൾ മുതൽ തുടങ്ങിയാൽ മതി. അവർക്ക് എന്തെങ്കിലും ഒരു എന്താ പറയുക സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്യണം, സഹായിക്കണം. അത് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും നിങ്ങൾ അതിന് എന്ത് ചെയ്യണം, പഠിപ്പിക്കണമെന്നാണ് പറഞ്ഞതാണ്. നിങ്ങൾ പെൺകുട്ടികളെ പഠിപ്പിക്കണം, ആൺകുട്ടികളെ മാത്രം പഠിപ്പിച്ചിട്ട് കാര്യമില്ല. പെൺകുട്ടികൾക്കും ഒരു സ്കില്ല് നിങ്ങൾ എന്തെങ്കിലും. ഇന്നത്തെ കാലത്ത് എന്താണ് അമ്പെയ്ത്തൊന്നും ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് ഇവിടെ നിന്ന് അവൈലബിൾ ആവില്ല കൂടുതൽ. അപ്പൊ എന്താണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സംഭവം, സ്കില്ല്, അത് നമ്മുടെ മക്കൾക്ക് ചെറുപ്പം തൊട്ടേ പഠിപ്പിച്ചു കൊടുക്കണം. വയസ്സായ കാലത്ത് വലിയാപ്പയായിട്ട് പഠിപ്പിക്കാനല്ല പറഞ്ഞത്. അല്ലിമോ അബ്നാഅകും, നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണമെന്നാണ് ലോകത്തിന്റെ നായകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മക്കളോടുള്ള പെരുമാറ്റം ഭയങ്കര മയത്തിലാക്കണമെന്നാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മല്ലം യർഹം സഗീറനാ വയഅരിഫ് ഹഖ കബീരിനാ ഫലൈസ മിന്നാ. ചെറിയ മക്കളോട് കരുണയില്ലാത്തവർ നമ്മിൽപ്പെട്ടവനല്ല, വലിയവരോട് ദയയോടെ പെരുമാറാത്തവൻ നമ്മിൽപ്പെട്ടവനല്ല.
അപ്പൊ നല്ല ദയോടെ മാത്രമേ പെരുമാറാൻ പറ്റൂ. 8ലും 10ലും പ്രശ്നങ്ങൾ ഏത് ക്ലാസ് പഠിക്കുന്ന മക്കളാണെങ്കിലും അവരോട് ചൂടാവുക, ഭയങ്കരമായിട്ട് ദേഷ്യം പിടിച്ച് സംസാരിക്കുക, ശാപത്ത് സംസാരിക്കുന്ന ശീലം ഹറാമാണ്. ഉമ്മമാരെ ഗൗരവത്തോടെ പിടിച്ചോ. നിങ്ങൾക്ക് ദേഷ്യം വരുമ്പോ മക്കളോട് നീ മുടിഞ്ഞു പോകട്ടെ, നീ ആ പുറത്തുനിന്ന് താഴെ വീണു പോട്ടെ, നീ കടല് മുങ്ങിപ്പോട്ടെ, ആ തേങ്ങ നിന്റെ തലയിൽ വീണു പോട്ടെ, അവിടെ ഊര് വീണു പോട്ടെ, അവിടെ കാല് ഒടിഞ്ഞു പോട്ടെ. ഈ രൂപത്തിലുള്ള ശാപവാക്കുകൾ പറയുന്നവരുണ്ട്. ഉമ്മമാര് അത് മക്കൾക്ക് സംഭവിക്കണമെന്ന് വിചാരിച്ച് പറയുന്നതാകൂല. ആ സമയത്തുള്ള ദേഷ്യം കൊണ്ട് പറഞ്ഞതായിരിക്കും. എത്ര വിളിച്ചിട്ടും കിട്ടുന്നില്ല, വിളിച്ച സമയത്തേക്ക് വരുന്നില്ല, അനുസരണയില്ല, രാവിലെ എത്ര അടിച്ചിട്ടും എഴുന്നേൽക്കുന്നില്ല. ആ കച്ചറയാണ്, കുരുത്തക്കേടാണ്. ആ ദേഷ്യത്തിൽ പറഞ്ഞു പോയതായിരിക്കും. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഒരു മാതാവിന്റെ വായിൽ നിന്ന് ദേഷ്യത്തോടെയോ ദേഷ്യത്തോടെയോ ദേഷ്യമില്ലാതെയോ ഒരു മാതാവിന്റെ വായിൽ നിന്നൊരു വാക്ക് വന്നാ അതാ മക്കൾക്ക് ഫലിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഗൗരവത്തോടെ മനസ്സിലാക്കണം. വാനലോകത്ത് അല്ലാഹുവിന്റെ മലക്കുകൾ അത് ശരിവെക്കുമെന്നാണ്. പെട്ടെന്ന് ചിലപ്പോൾ അത് സംഭവിക്കൂല, പക്ഷേ ഭാവിയിലായിരിക്കും. അടുത്ത് ഞാൻ ഈ ക്ലാസ് എടുക്കാൻ കേരളത്തിൽ ഒരു സ്ഥലത്ത് ക്ലാസ് എടുക്കാൻ പോയപ്പോ ഒരു ഉമ്മ എന്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ എനിക്ക് 2 ആൺകുട്ടികളാണ്, എനിക്ക് 2 ആൺകുട്ടികളാണുള്ളത്. 2 പേർക്കും 45 വയസ്സ് കഴിഞ്ഞു. മൂത്ത മോന് 48, രണ്ടാമത്തവന് 45. 2 പേർക്കും പെണ്ണ് കിട്ടിയിട്ടില്ല. ആ പെണ്ണ് എന്നോട് പറയാണ്, ചെറുപ്രായത്തിൽ ഞാൻ എന്റെ 2 മക്കളോട് ദേഷ്യം വരുമ്പോ ഞാൻ മക്കളോട് പറയാറുണ്ടായിരുന്നു, നിങ്ങളെ കൂടെ ഒരു പെണ്ണ് ജീവിക്കാൻ കഴിയൂല. നിങ്ങളെ വാപ്പാന്റെ സ്വഭാവം തന്നെയാണ് മക്കൾക്കും കിട്ടിയത്, വാപ്പാന്റെ തൊഴിൽ തന്നെയാ മക്കൾക്ക് കിട്ടിയത്. അതുകൊണ്ട് നിങ്ങളെ കൂടെ ഒരു പെണ്ണിനും ജീവിക്കാൻ കഴിയൂല, നിങ്ങൾക്ക് പെണ്ണ് കിട്ടൂല, കിട്ടാതിരിക്കട്ടെ എന്ന ദേഷ്യത്തോടെ, മക്കൾക്ക് പെണ്ണ് കിട്ടരുത് എന്ന ചിന്തയോടെയല്ല, അങ്ങനെ പലപ്പോഴും 2 മക്കളോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല പഠനമുള്ള സൗന്ദര്യമുള്ള 2 ചെറുപ്പക്കാർ പലതവണ അന്വേഷിച്ചു ശരിയാകും, അവസാനമെത്തുമ്പോ മുടങ്ങിപ്പോവും. ഇന്ന് 48 മൂത്ത മോന്, രണ്ടാമത്തെ മകന് 45 വയസ്സാ, പെണ്ണില്ല. ഭാര്യമാരവർക്ക് 2 പേർക്കുമില്ല. വലിയ വേദനയാണ്. ഇന്ന് ഉസ്താദിന്റെ ക്ലാസ്സിൽ കേട്ടപ്പോഴാണ് ഞാൻ ഓർത്തത്, എന്റെ കുട്ടികളോട് എത്ര തവണയാ ഞാൻ പറഞ്ഞത്, ഈ കുട്ടികളെ വാപ്പയോട് എന്റെ ഭർത്താവിനോട് ദേഷ്യം വരുമ്പോ, അല്ലെങ്കിൽ മക്കളോട് ദേഷ്യം വരുമ്പോ ഇങ്ങനത്തെ ശാപവാക്കുകളാ പറയാറുള്ളത്. അത് ഫലിച്ചു ഉസ്താദേ. 2 മക്കൾക്കും ഇന്ന് ഭാര്യമാരില്ല. നേരിട്ട് ഒരു ഉമ്മ ഒരു ക്ലാസ് കഴിഞ്ഞ് എന്റെ അടുത്ത് സങ്കടം പറയാൻ പറഞ്ഞതാ. അപ്പൊ നമ്മള് ദേഷ്യം പിടിച്ച് മക്കളോട് നീ മുടിഞ്ഞു പോട്ടെ എന്ന് പറഞ്ഞാൽ പിറ്റേന്ന് ചിലപ്പോ മുടിഞ്ഞു പോകൂല. പുറത്തുനിന്നാട് വീണ് കാല് ഒടിഞ്ഞു പോട്ടെ എന്ന് പറഞ്ഞാൽ അന്നപ്പം ചിലപ്പോ കാലൊടിയൂല. പിന്നീട് കാലങ്ങൾ കഴിഞ്ഞാൽ ഉത്തരം കിട്ടും, വർഷങ്ങൾ കഴിഞ്ഞാൽ ആൻസർ കിട്ടും. എത്രയോ പേര് അങ്ങനെയാണ്. മാതാവിന്റെ വായിൽ നിന്ന് ദേഷ്യത്തോടെയോ ദേഷ്യത്തോടെയോ ദേഷ്യമില്ലാതെയോ വാപ്പയോ ഉമ്മയോ അവർ ദേഷ്യത്തിൽ പറഞ്ഞാലും വെറുതെ പറഞ്ഞാലും ശാപത്തോടെ പറഞ്ഞാലും അത് ഫലിക്കുമെന്ന് നബിയേ മുഹമ്മദ് റസൂലുള്ളാഹ്. ഒരിക്കലും മക്കൾ എന്ത് ചെയ്യാൻ പാടില്ല, ശാപത്തിന്റെ വാക്ക് പറയാൻ പാടില്ല. അതാ പറഞ്ഞത്, മല്ലം യർഹം സഗീറനാ വയഅരിഫ് ഹഖ കബീരിനാ ഫലൈസ മിന്നാ. ഇതൊന്നും എന്റെ വകയല്ല, മുന്നേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇന്നു മുതൽ ആരും മക്കൾ എന്തെങ്കിലും കുരുത്തക്കേട് കഴിച്ചാൽ ക്ഷമിക്കുക, അല്ലെങ്കിൽ നല്ലവർക്ക് പറഞ്ഞു കൊടുക്കുക. അല്ലാതെ അവിടെ മുറിഞ്ഞു പോട്ടെ, തോണിയിൽ സമ്മതല്ലാണ്ട് മീൻ പിടിക്കാൻ പോയാ തോണി മുങ്ങി മരിച്ചോട്ടെ. അപ്പൊ ചിലപ്പോ തോണി മുങ്ങൂല. പിന്നീട് ഉറപ്പിന്റെ കോപം വന്നാൽ
ഏത് രൂപത്തിലാണ് സഹിക്കാൻ പറ്റാതെ വരുന്നവരും. അതുകൊണ്ട് മക്കള് ശാപം ഉള്ള വാക്ക് പറയരുത്. ഭർത്താവിനോട് ദേഷ്യം പിടിച്ച മക്കളോട് തീർക്കുന്നവരുണ്ട്. മക്കളോട് ദേഷ്യം പിടിച്ച ഭർത്താവിനോട് തീർക്കുന്നവർ. ഭാര്യനോടുള്ള ദേഷ്യം മക്കളോട് തീർക്കുന്നത്, മക്കളോട് ദേഷ്യം പിടിച്ച ഭാര്യനോട് തീർക്കും. അങ്ങാടിയിൽ നാശമായാൽ ചളമായാൽ അതിന്റെ ദേഷ്യം ഭാര്യനോട്, അങ്ങാടിയിലോ കുടുംബത്തിനോ എങ്ങനെങ്കിലും വഷളായാലുള്ള ദേഷ്യം വന്നും കെട്ടിയവനോട്. ഇങ്ങനെ മറ്റുള്ളവരെ ശാപത്തിന്റെ പരിധിയിൽ കൊണ്ടുവന്ന അത് വലിയ അപകടമാണ്, അബദ്ധമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നാളെ പരലോകത്ത് ഒരാൾക്ക് ഏറ്റവും കൂടുതൽ ഉപകരിക്കുന്ന ഒരു വിഭാഗമാണ് അവനവന്റെ മക്കൾ. വാപ്പയ്ക്കും ഉമ്മയ്ക്കും ഒരുപാട് തെറ്റുകൾ സംഭവിച്ചു പോയി. പക്ഷേ 2-3 മക്കൾക്ക് സ്വർഗം കിട്ടി. അവസാനം മക്കൾ അല്ലാഹുവിനോട് പറയുമെന്നാണ്, റബ്ബേ എന്റെ വാപ്പായും ഉമ്മായും ഇല്ലാതെ എനിക്ക് സ്വർഗം വേണ്ട അല്ലാഹ്, സ്വർഗം വേണ്ട അല്ലാഹ്. അവസാനം മക്കൾ കാരണം വാപ്പാക്കും ഉമ്മാക്കും അല്ലാഹു സ്വർഗം കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് മക്കൾ ആ രൂപത്തിൽ നമ്മൾ വളർത്തണം. ഇനി ആർക്കെങ്കിലും മക്കളില്ല എന്ന് കരുതി ടെൻഷൻ വേണ്ട. അല്ലാഹു ഒരാൾക്ക് മക്കളെ കൊടുത്തിട്ടില്ലെങ്കിലും അതിന് പകരമായി നാളെ പരലോകത്ത് അല്ലാഹു നല്ല ദീമാൻ, നല്ല ചെറുപ്പക്കാർ അല്ലാഹു അവർക്ക് നൽകുമെന്ന് മഹാന്മാര് രേഖപ്പെടുത്തുകയാണ്. അല്ലാഹു എല്ലാവർക്കും നല്ല ദീനുള്ള മക്കളെ തരട്ടെ. കിട്ടിയ മക്കൾ മോശമാണെങ്കിൽ വാപ്പയും ഉമ്മയും ചെയ്ത് എല്ലാം പൊളിഞ്ഞു പോകാൻ ആ മക്കളുടെ സ്വഭാവം, ആ മക്കളുടെ തിന്മ മതിയെന്നാണ്. ഒറ്റ കാര്യം കൂടി പറഞ്ഞ് നമ്മൾ ദ്വാരക്കുകയാണ്. ഉപ്പമാരെ, ഉമ്മമാരെ, നമ്മുടെ മക്കളെ മോശാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് മൊബൈൽ ഫോൺ. മക്കള് നൊനോളിച്ച് കഴിഞ്ഞാൽ കൊടുക്കുന്നത് മൊബൈൽ ഫോണാണ്. ഒന്ന് ശല്യം തീരട്ടെ എന്ന് പറഞ്ഞ് കൈ കൊടുക്കുന്നത് ഫോണാണ്, അല്ലേ? ചെറിയ മക്കളാണെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം അത് പറഞ്ഞു, വളരെ വിശാലമായി വൃത്തിയിൽ ഞാനത് പറഞ്ഞു തന്നു. 2-3 വയസ്സുള്ള മക്കൾക്ക് ഫോൺ തൊടാൻ കൊടുക്കാൻ പാടില്ല. 1 മിനിറ്റ് കാണാം. 3-4 വയസ്സുള്ള മക്കൾക്ക് 1 മിനിറ്റ് പോലും മൊബൈൽ ഫോൺ കൊടുക്കാൻ പാടില്ല. 4 വയസ്സുള്ള 3 വയസ്സുള്ള മക്കൾക്ക് ദിവസം അരമണിക്കൂർ 1 മണിക്കൂർ അവര് ഫോൺ കണ്ട 25 വയസ്സ് കഴിയുന്നതിന് മുമ്പ് അവരെ കണ്ണിന് കാഴ്ച കിട്ടൂല. കണ്ണട വെക്കാൻ പോലും കഴിയൂല. കണ്ണട വെക്കണമെങ്കിൽ കണ്ണിന് കാഴ്ച വേണം. കുറച്ചെങ്കിലും കാഴ്ച ഉണ്ടെങ്കിൽ കണ്ണിന്റെ കൊണ്ട് കാര്യമുള്ളൂ. കണ്ണ് പൊട്ടിപ്പോയാൽ, കണ്ണടിച്ചു പോയാൽ, കണ്ണിന്റെ പീസ് പോയാ പിന്നെ കണ്ണട വെച്ചുകൊണ്ട് കാര്യമില്ല. കണ്ണ പൊട്ടിയായി മാറേണ്ടി വരുമെന്ന് ശാസ്ത്രമാണ് പറയുന്നത്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഗൗരവത്തോടെ മനസ്സിലാക്കുക. 1 വയസ്സുള്ള കുട്ടികൾക്കൊന്നും ഫോൺ തൊടാൻ കൊടുക്കാൻ പാടില്ല, അടുപ്പിക്കാൻ പറ്റൂല. വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കണം. മുലപ്പാല് കുടിച്ചിട്ടില്ലെന്ന ഫോൺ കാണിച്ചു കൊടുക്കാണ്. കുട്ടി നല്ല ഉഷാറിൽ ഇങ്ങനെ നല്ല കാർട്ടൂൺ കാണുന്നു, ഇപ്പുറത്ത് മുലപ്പാല് കുടിക്കുന്നു. വളരെ മോശമാണത്, ചെയ്യാൻ പാടില്ല. കരഞ്ഞോട്ടെ എന്ന് വിചാരിക്കുക. ചെറിയ കുട്ടികൾ ഇച്ചിരി കരഞ്ഞതുകൊണ്ട് ഒന്നും ഒരു നഷ്ടം വരാനില്ല, അത് നല്ലതാണ്. ചെറിയ കുട്ടികൾ കരയുന്നത് അവരുടെ ബോഡിക്ക് നല്ലതാണ്. നിരന്തരം കരയിപ്പിക്കരുതെന്നേ ഉള്ളൂ. മക്കള് കരഞ്ഞാൽ അവരെ താലോലിക്കണം, പാട്ട് പാടണം, താരാട്ട് പാടണം. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അങ്ങനത്തെ പാട്ടൊക്കെ പാടിയവരെ സന്തോഷിപ്പിക്കുക എന്നല്ലാതെ ഈ ശീലം ചെറുപ്പം തൊട്ട് കൊടുക്കാൻ പാടില്ല. മക്കള് കാണെ ഇത് ശീലിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു നൽകും നിങ്ങൾക്ക് മക്കളോട്. 4 വയസ്സുള്ള 3 വയസ്സുള്ള മോനോട്, മോനെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞിട്ടുണ്ട്, നീ ഫോണ് കണ്ടാൽ നിനക്ക് ഭാവിയിൽ നിന്റെ കണ്ണിന്റെ ലെൻസ് പോയി പോകും എന്ന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞിട്ടുണ്ടെന്ന് 4 വയസ്സുള്ള പൈതലിനോട് പറഞ്ഞിട്ട് കാര്യമില്ല. ആ മക്കളെ കയ്യിൽ ആ സാധനം കൊടുക്കാൻ പാടില്ല. 7 വയസ്സോ അല്ലെങ്കിൽ 6 വയസ്സോ കഴിഞ്ഞാൽ ദിവസം ഒരു 20 മിനിറ്റ് മാക്സിമം അരമണിക്കൂറിന്റെ താഴെ കൊടുക്കാം. അപ്പൊ 2-ലും 3-ലും 4-ലൊക്കെ പഠിക്കുന്ന മക്കൾക്ക് ഒരു 20 മിനിറ്റ് ഒരു ദിവസം കൊടുക്കാം. അതും കണ്ണിന്റെ അങ്ങനെ അടുപ്പിച്ചു വെക്കാൻ പാടില്ല, ദൂരത്ത് വെച്ച് കാണാം.
അതല്ലെങ്കിൽ 2-3 മണിക്കൂർ നിങ്ങൾക്ക് 2-ലും 3-ലും 4-ലും പഠിക്കുന്ന പിള്ളേർക്ക് നിങ്ങൾ ഫോൺ കാർട്ടൂൺ കാണാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരെ കണ്ണു പോയി പോകും. യാതൊരു സംശയവും വേണ്ട. കാരണം ഇത് തെളിയിക്കപ്പെട്ട ഒരു സംഭവമാണ്. ലോകം മൊത്തം ഇപ്പൊ ഒപ്റ്റോമെട്രി സെന്ററുകൾ വന്നുകൊണ്ടിരിക്കുക. നിങ്ങൾ കേരളത്തിൽ പോയി കഴിഞ്ഞാൽ നാട് മുഴുവനും ഓരോ ഒപ്റ്റോമെട്രി സ്ഥാപനങ്ങളുടെ പരസ്യമാണ്, കണ്ണാശുപത്രികളുടെ പരസ്യമാണ്. ആ ആളുകൾക്ക് മനസ്സിലായി ഏറ്റവും കൂടിക്കൊണ്ടിരിക്കുന്നത് കണ്ണ് രോഗമാണ്. പഴയ കാലത്തുള്ളവർക്ക് 50 കഴിഞ്ഞാലാണ് കണ്ണ് രോഗം വരുന്നത്. നമ്മുടെ വലിയ പന്നും ഖുർആൻ ഓതുന്നു കണ്ണട വെക്കാതെ. 90 വയസ്സുള്ള വല്യമ്മക്ക് കണ്ണട വെച്ചാൽ കണ്ണ് കാണും, കണ്ണിന് കുഴപ്പമില്ല. എന്നാൽ ഇന്ന് 18 വയസ്സുള്ളവര് കണ്ണട വെക്കാൻ തുടങ്ങി, 16 വയസ്സുള്ളവര് കണ്ണട വെക്കാൻ തുടങ്ങി. കണ്ണാശുപത്രികൾ മുഴുവനും നിറയുകയാണ്. അപ്പോ ചെറുപ്പത്തിലെ നമ്മൾ ഇനിയുള്ള കുട്ടികൾക്കൊക്കെ ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ ഒരു 10-18 വയസ്സാകുമ്പോൾ ഇപ്പം തന്നെ ബുക്ക് ചെയ്തോളി, ഏത് ഹോസ്പിറ്റലിൽ പോകും അന്വേഷിച്ച് വെച്ചോളി, ഡോക്ടർമാരെ പേരും ഡീറ്റെയിൽസും ഉറപ്പാ പോണ്ടി, യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് ഫോൺ നമ്മുടെ മക്കൾക്ക് കൊടുക്കാനേ പാടില്ല. ഇനി 10-ലും +1-ലും പഠിക്കുന്ന മക്കൾ എല്ലാ പ്രണയവും വൃത്തികേടും വരുന്നത് മൊബൈൽ ഫോണിലാണ്. മക്കൾ ഉമ്മാനോട് പറയുമ്പോൾ ഞാൻ പഠിക്കാണ്, യൂട്യൂബ് ക്ലാസ് കേൾക്കുകയാണ്, എനിക്ക് അസൈൻമെന്റ് ഉണ്ട്, ഞാൻ ഗൂഗിൾ നോക്കി പഠിക്കുകയാണ്. വാപ്പ ഉമ്മ മൊബൈൽ ഫോണിന്റെ ആവശ്യമില്ല, ഞാനൊരു അക്കാഡമി നടത്തുന്നയാളാണ്. ഒരുപാട് കുട്ടികൾക്ക് +1-ലും +2-ലും നീറ്റ് എൻട്രൻസ് കോച്ചിങ് ചെയ്യുന്ന ആളാണ്. 10ാം ക്ലാസ് കുട്ടികൾക്കും സ്ഥിരമായി പഠിപ്പിക്കുന്ന അധ്യാപകനാണ്. മൊബൈൽ ഫോൺ ഇല്ലാതെയും അവരവരുടെ ടെക്സ്റ്റ് ബുക്ക് നോട്ട്ബുക്ക് മതി അവർക്ക് A+ കിട്ടാൻ. ഇനി ഫോൺ വേണമെങ്കിൽ കൊടുത്തോ, അതിനൊരു സമയം നിശ്ചയിക്കണം. രാത്രി 9:30 മണിയാകുമ്പോഴേക്ക് നിങ്ങൾ ഫോൺ വാങ്ങി വെക്കണം. അതല്ലാതെ ഫോൺ എവിടെയെങ്കിലും കൊണ്ടുവച്ചാൽ നിങ്ങളുടെ മകളുടെ പ്രൈവറ്റ് റൂമിൽ, മകന്റെ പ്രൈവറ്റ് റൂമിൽ പാതിരാത്രി 1 മണി 2 മണി വരെ സിനിമ കാണുന്നു, സീരിയൽ കാണുന്നു, ഹറാമ് കാണുന്നു, അന്യ പുരുഷനോട് മെസ്സേജ് അയക്കുന്നു, അന്യ പെണ്ണിനോട് മെസ്സേജ് അയക്കുകയാണ്. എത്രാം ക്ലാസ്സിൽ പഠിക്കുന്ന മോൻ 9-ൽ, 10-ൽ, +1-ൽ, +2-ൽ പഠിക്കുന്ന ആണും പെണ്ണോ. അങ്ങനെ ഒരു അവസരം നമ്മുടെ വീട് വ്യഭിചാരം നടക്കുന്ന വീടായി മാറിയ ആ മക്കളെ കൊണ്ട് പിന്നെ ഉപകാരം കിട്ടൂല്ല. അടുത്ത കാലങ്ങളിലാണ് ഇവിടെ നിരന്തരമായ റേഞ്ചും നെറ്റ് സംവിധാനവും വരുന്നത്. അത് വ്യാപകമായ എല്ലാ നന്മയും നഷ്ടമാകും, എല്ലാ ഖൈറും നഷ്ടമാകും. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട മകൾ ഏതെങ്കിലെയോ കൂടെ കറങ്ങി നടക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ മകൻ ഏതോ പെണ്ണിന്റെ പിന്നാലെ ഓടി നടക്കുന്നത്, നിങ്ങളെ പൊരുത്തമോ സ്നേഹമോ ഇല്ലാതെ കണ്ടവരുടെ പിന്നാലെ ഓടി നടക്കുന്നത്, അങ്ങനെയുള്ള റിലേഷൻഷിപ്പുകൾ വന്നാൽ അതെങ്ങനെയാണ് വാപ്പമ്മമാരെ സഹിക്കാൻ പറ്റുന്നത്? കഴിഞ്ഞ ദിവസങ്ങളിൽ സുബ്ഹാനല്ലാഹ് പത്രത്തിലൂടെ കണ്ടൊരു ആത്മഹത്യാ കേസുണ്ട്. ആത്മഹത്യ ചെയ്തു പോയതാണ്. മൊബൈൽ ഫോൺ വഴിയാണ് ആ ബന്ധം തുടങ്ങുന്നത്. അങ്ങനെ മൊബൈൽ ഫോൺ വഴി ബന്ധം മോശാറായി. ഈ പെണ്ണിന്റെ 40 പവൻ അവൻ ഊരിക്കൊണ്ടുപോയി. പണയം വെക്കാണെന്ന് പറഞ്ഞിട്ടാണ് 40 പവൻ കൊണ്ടുപോയത്. പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞു, അഡ്രസ് ഇല്ല. അവന്റെ ശാരീരികമായ ആഗ്രഹങ്ങളെല്ലാം സാധിപ്പിച്ചു. പിന്നീട് ഇവൾ ഉപേക്ഷിച്ചുകൊണ്ട് അവൻ കടന്നു കളയുകയാണ്. ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്ത് പത്രത്തിലൂടെ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നു. ഉമ്മമാരെ, വലിയ അബദ്ധമാണ്, അപകടമാണ്. പഠനത്തിന് വേണ്ടി ഫോൺ കൊടുത്തോ, പക്ഷെ 9:30 ആകുമ്പോഴേക്ക് തിരിച്ചു വാങ്ങണം. പഠിക്കാൻ വേണ്ടി കൊടുത്തോ, മാക്സിമം 9:30-10 മണിയുടെ മുമ്പേ അത് തിരിച്ചു വാങ്ങുകയും നിങ്ങളുടെ കസ്റ്റഡിയിൽ വെക്കുകയുമാണ് ചെയ്യേണ്ടത്. അത് മക്കൾ നല്ല രൂപത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. കാരണം നല്ല കുട്ടികളാണ്, നിഷ്കളങ്കരാണ്. ഏതോ ഒരു കാമഭ്രാന്തനോ കാമാലിംഗനോ ഒരു മെസ്സേജ് അയച്ചാൽ ചെറിയ കുട്ടികളാണ് അതിൽ പെട്ടുപോകും. ഫസ്റ്റ് നല്ല സ്നേഹവർത്തമാനങ്ങൾ, സ്നേഹോഷ്മളമായ വാക്കുകളാണ്. പിന്നീട് അങ്ങോട്ടായി ചാറ്റുകളായി, പിന്നീട് വീഡിയോ കോളുകളായി, അത് കഴിഞ്ഞാൽ പിന്നെ പരസ്പരം കാണലായി, ബന്ധപ്പെടലായി, സംസാരമായി, യാത്രകളായി, അങ്ങനെ ഒരു മറയുമില്ലാതെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അനന്യ സാധാരണമായ ബന്ധങ്ങളിലൂടെ ജീവിതം
നശിച്ചുപോയ ആയിരക്കണക്കിന് പേരാണ് നാടുകളിലുള്ളത്. അതുകൊണ്ട് വളരെ ഗൗരവത്തോടെ മൊബൈൽ ഫോണിന്റെ ഉപയോഗം നിയന്ത്രിക്കണം, അല്ലെങ്കിൽ പ്രശ്നം ഗുരുതരമാണ്. കണ്ണുപോകും. രാത്രിയൊക്കെ പുതപ്പിന്റെ ഉള്ളിൽ ഫോൺ നോക്കുന്നവരുണ്ട്. കണ്ണിനോട് ഏറ്റവും അടുത്ത് വെച്ച് മറ്റു ലൈറ്റ് ഒന്നുമില്ലാതെ ആ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ നേരിട്ട് കണ്ണിലേക്ക് അടിച്ചു കയറുന്ന അതുപോലെ വലിയ അബദ്ധം നമ്മുടെ കണ്ണിന് വേറെ ഇല്ല. അതുകൊണ്ട് സമയമായ കിടന്നുറങ്ങാൻ മക്കളെ പ്രേരിപ്പിക്കുക. ചെറിയ കുട്ടികളെ കയ്യിൽ ഫോൺ കൊടുക്കാനേ പാടില്ല. അവര് കരഞ്ഞോട്ടെ എന്ന് വിചാരിക്കുകയാണ് ചെയ്യേണ്ടത്. ചെറിയ മക്കൾ കുറച്ച് പ്രായമൊക്കെ തീരുന്ന അരമണിക്കൂറൊക്കെ വേണമെങ്കിൽ അവൾക്ക് കൊടുക്കാം. ബാങ്ക് കഴിഞ്ഞിട്ട് ദുആ ചെയ്ത അതിന്റെ പേര്. അപ്പൊ ഇതെല്ലാവരും എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. ടെൻഷനൊന്നും ആവരുത്. ഇൻഷാ അല്ലാഹ് നല്ല മക്കളാണ്. കേരളത്തിലൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മുടെ മക്കളൊക്കെ നല്ലവരാണ്. കേരളത്തിലൊക്കെ ഒരു 2ാം ക്ലാസ് എത്തിയ മക്കളാണ്, LKG-യിലെ മക്കളാണ് ഫോണ് നന്നാക്കുന്നത്. അപ്പൊ എന്റെ വീട്ടിൽ പോലും വല്യാപ്പ ഫോണ് എന്തെങ്കിലും കേടായി കഴിഞ്ഞാല് സുബ്ഹാനല്ലാഹ് അത് മൊബൈൽ സെന്ററിൽ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. UKG-യിൽ ഒരുത്തുണ്ട്, ഫോൺ നന്നാക്കി തരുമോ. അപ്പൊ ആ കാലഘട്ടമാണ് നമ്മുടെ വീടുകളിലൊക്കെ ഉള്ളത്. അപ്പൊ ഇവിടെ അത്ര ഒരു വ്യാപകമായിട്ടില്ല. നമ്മളിപ്പം തന്നെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ഹൈറിലേക്ക് എത്തും. അള്ളാഹു തൗഫീഖ് തരട്ടെ. എന്റെ മരിച്ചുപോയ ഉമ്മാക്കും അയൽവാസികൾക്കും ദ്വാരക്കണം. മദീനത്ത് പോയി അവിടെ കണ്ട് അവിടെ മരിക്കാനും ഈമാൻ കിട്ടി മരിക്കാനും എന്റെ മകനെ ഒരു മൊയിലിയാറാക്കാനും പിന്നെ +2 ക്ലാസ് നല്ല മാർക്കോട് കൂടി ജയിക്കാനും മുത്തുനബിയുടെ കൂടെ സ്വർഗം കിട്ടാനും എന്റെ മക്കൾ സ്വാലിഹത്താവാനും ഉപ്പാന്റെ അനിയനും എല്ലാവരും വേഗം രോഗം മാറാനും ഭൂമി ഇതെല്ലാം ഉണ്ടല്ലോ. എന്റെ മോളുടെ വായിന്റെ ഉള്ളിൽ ഒരു കറുപ്പ് നിറം കിളവിന്റെ ഭാഗത്തല്ല കവിളിന്റെ ഭാഗത്ത് വന്നിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് മാറിക്കിട്ടാൻ ദുആ ചെയ്യാം. ഈ 2 മുറാദും അല്ലാഹു ഹാസിലാക്കി കൊടുക്കട്ടെ. മരിച്ചുപോയ ഉമ്മാക്കും അയൽവാസികൾക്ക് ദ്വാരക്കണം. മദീനത്ത് പോയി മരിക്കുകയും വേണം. അവിടെ ഈമാൻ കിട്ടി മരിക്കണം. മകനെ മൂല്യാരും ആകണം. +2 വിജയിക്കണം. മുത്തുനബിയുടെ ചാരത്ത് സലാം ചൊല്ലണം. എന്റെ മക്കള് സ്വാലിഹാവണം. ഉപ്പാന്റെ അനിയനും എല്ലാ രോഗവും മാറും. അള്ളാഹു എല്ലാം ഖൈറിലാക്കി കൊടുക്കട്ടെ. ഉദ്ദേശങ്ങളൊക്കെ അള്ളാഹു ഖൈറിലും ബറക്കത്തിലാക്കി കൊടുക്കട്ടെ. ഇനി മധുരമന്ദരി എന്ന പുസ്തകം അത് ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു. വൈഫിനോടും പറഞ്ഞിരുന്നു, എന്നോടും ഫോൺ വിളിച്ച് ചോദിച്ചിരുന്നു, ഉസ്താദ് അതെങ്ങനെയാണ്. അത് നിലവിൽ അതൊറ്റ പുസ്തകവും എന്നല്ല, അത് അടിച്ച കോപ്പികളൊക്കെ കംപ്ലീറ്റ് ആയി പോയതുകൊണ്ട് ഇനി 2ാമത് അത് അടിക്കാൻ കൊടുത്തിട്ടുണ്ട്. ബുക്ക് അച്ചടിയാ. അതിനുശേഷം ഇൻഷാ അല്ലാഹ് നിങ്ങൾ ആരെ എത്ര പേർക്കാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ പുസ്തകം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏത് സംശയവും ഇസ്ലാമികമായിട്ട് ഇതിൽ 70ഓളം ചാപ്റ്റേഴ്സ് ആണ്. ഉദാഹരണം പറയാണ്, നിങ്ങൾക്കൊരു ഡൗട്ട് വന്നു, ഹൈദുമായി ബന്ധപ്പെട്ട ഒരു സംശയം വന്നു, എന്ത് ചെയ്യും? നിങ്ങളുടെ അടുത്തൊരാൾ എന്നോട് ചോദിച്ചു, ഒരു വലിയ ഒരു സങ്കടപരമായിട്ടുള്ള ഒരു കാര്യമായി. അതായത് ആ പെണ്ണ് എന്നോട് പറയണ, ഉസ്താദേ എന്റെ ഉപ്പാക്ക് അന്ത്യചുംബനം കൊടുക്കാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അവസാനമായിട്ടൊരു ചുംബനം, പക്ഷെ ആരും ചുംബിച്ചിട്ടില്ല. ഉപ്പാനെ കബറടക്കി മയ്യത്ത് കുളിപ്പിച്ച് അതിനോടൊപ്പം തന്നെ ഒതു എടുക്കല്ലോ. ഒതു എടുത്തിട്ട് മയ്യത്തൊക്കെ മൂടിക്കെത്തി അവസാനം കട്ടിലേക്ക് എടുത്ത് കൊണ്ടുപോകുമ്പോ വീട്ടുകാരെല്ലാവരും അവസാനം ഉപ്പാനെ ഒരു മുത്തം കൊടുക്കണമെന്ന്
ആഗ്രഹം, പക്ഷെ ഉപ്പാന്റെ ഒതു മുറിയും എന്ന് പേടിച്ചിട്ട് ഞങ്ങൾ ആരും മുത്തം കൊടുത്തിട്ടില്ല എന്ന്. യഥാർത്ഥത്തിൽ മയ്യത്തിന്റെ ഒതു ഒരു കാലത്തും മുറിയൂല. മയ്യത്തിന് ഒരിക്കൽ ഒതു എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആര് തൊട്ടാലും, മക്കള് തൊട്ടാലും അല്ലാത്തവര് തൊട്ടാലും മഞ്ഞൂര് തൊട്ടാലും എങ്ങനെ തൊട്ട് കഴിഞ്ഞാലും മയ്യത്തിന്റെ ഒതു എന്ത് ചെയ്യൂല, മുറിഞ്ഞു പോകൂല. അപ്പൊ ആ മസല അറിഞ്ഞുകൂടാ. അതുകൊണ്ട് വാപ്പാക്ക് അല്ലെങ്കിൽ കൂട്ടുകുടുംബത്തിൽ ഒരാൾക്ക് അവരുടെ കുടുംബത്തിലെ പലരും അവർക്കൊന്നും അവസാനം അവരെ ഒന്ന് നല്ലൊരു ഭാര്യ, അപ്പൊ മയ്യത്തിന്റെ ഭാര്യ യഥാർത്ഥത്തിൽ ഭാര്യ ഭർത്താവിനെ തൊട്ട ഒതുറിയല്ലോ. ഒരു ഒതുവെടുത്തൊരു ഭർത്താവിനെ ഭാര്യ തൊട്ട് കഴിഞ്ഞാൽ സത്യത്തിൽ ഒന്നു മുറിയും. പക്ഷെ ഈ സഹോദരിക്ക് സ്വന്തം ഭർത്താവിന് ഒന്ന് മുത്തം കൊടുത്ത് പറഞ്ഞേക്കാൻ പറ്റിയില്ല. എന്തുകൊണ്ട്? അറിവില്ലാത്തതുകൊണ്ട്. മയ്യത്തിനെ തൊട്ട് കഴിഞ്ഞാൽ ഒന്നു മുറിയുമെന്നാണ് അവർ വിചാരിച്ചത്. സത്യത്തിൽ മയ്യത്തിനെ തൊട്ട ഒന്നു അറിയൂല, അതവർക്ക് അറിഞ്ഞൂടായിരുന്നു. അതേപോലത്തെ ഒരുപാട് മസ്കലകൾ ശുദ്ധിയുമായി ബന്ധപ്പെട്ട ത്വഹാറത്തുമായി ബന്ധപ്പെട്ട ഒരു മസ്കല എന്ത് ചെയ്യും? ആരോട് ചോദിക്കും? ഇപ്പൊ 15 ദിവസമായി, 15 ദിവസം കഴിഞ്ഞിട്ടും ഇതാ വീണ്ടും ബ്ലീഡിംഗ് ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യും? അത് ഹൈലാണോ, അത് ഇസ്തിഹാളയാണോ? ഇനി 7 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ എല്ലാം ക്ലീൻ ആയി, നമ്മൾ കുളിച്ചു, ഫ്രഷായി, നിസ്കാരം തുടങ്ങി. 10ാമത്തെ ദിവസം വീണ്ടും ഒരു ചെറിയ കല പോലെ കണ്ടു. അപ്പൊ എന്ത് ചെയ്യണം? ഇങ്ങനെ നമുക്ക് പബ്ലിക്കായിട്ട് ചില ഉസ്താദുമാരോടൊക്കെ ചോദിക്കാൻ മടിയുള്ള കുറെ പ്രൈവറ്റ് മസ്കാനുണ്ട് ലേഡീസുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ അങ്ങനത്തെ മുഴുവൻ നിങ്ങൾക്ക് ഇതൊരു കോഴ്സ് പോലെ വീട്ടിലിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ, പണ്ട് മദ്രസ പഠിച്ചതൊക്കെ മറന്നുപോയിട്ടുണ്ടാവും. അതെല്ലാം മലയാളത്തിലായതുകൊണ്ട് ഏത് ഉമ്മാമക്കും ഇത് വായിച്ചാൽ കിട്ടും. അപ്പൊ ഉഷാറായിട്ട് ഇരുന്ന് വായിക്കാൻ പറ്റും. ഓരോ ദിവസം ഓരോ അധ്യായം ഇങ്ങനെ വായിച്ചു പോയാൽ ഒരു 2 മാസം കൊണ്ട് തന്നെ മുഴുവൻ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റും. ശുദ്ധി, കുളി നിർബന്ധമാകുന്ന കാര്യങ്ങൾ, കുളിയുടെ ഫറല്, കുളിയുടെ സുന്നത്ത്, പൂർണ്ണ രൂപം, ലളിത രൂപം, വലിയ ശുദ്ധിക്കാർ എന്തൊക്കെ ചെയ്യാൻ പാടില്ല, വുളൂഇന്റെ ഫറല്, ഷർത്ത്, നിയ്യത്ത്, വുളു മുറിയുന്ന കാര്യങ്ങൾ, വുളു നിഷിദ്ധമായ കാര്യങ്ങൾ, ആർത്തവമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും, പ്രസവരക്തമായിട്ട് ബന്ധപ്പെട്ടത്, രക്തസ്രാവം, ഇസ്തിഹാല, അമിതാർത്തവക്കാരി എന്ത് ചെയ്യണം, അവരെങ്ങനെ നോമ്പ് വെക്കണം, അവന്റെ നോമ്പ്, മസ്കല, സംസ്കാരവുമായി ബന്ധപ്പെട്ടെല്ലാം, ജമ്മും ഗസറും, ഇങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ സംഗതികളും നമ്മൾ എന്തൊക്കെയാണ് സക്കാത്ത്, ആഭരണത്തിന്റെ സക്കാത്തുമായിട്ട് ബന്ധപ്പെട്ടത്, നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന സംശയങ്ങൾ മൊത്തം, നല്ല ഭാര്യയാകാൻ എന്തൊക്കെയാണ്. പിന്നെ ഖുർആന്റെ തജ്വീദ് അറിഞ്ഞൂടാത്ത കുറെ ആൾക്കാരുണ്ടാവും. ഏറ്റവും ലളിതമായിട്ട് ഖുർആന്റെ തജ്വീദിലെ പ്രധാനപ്പെട്ട നിയമങ്ങൾ, ഖുർആനിലെ പ്രധാനപ്പെട്ട ദുആ, നമ്മൾ ദുനിയാവിന്റെ അകത്തുള്ള എല്ലാ ദുആയും ദ്വാരക്കുന്ന ആൾക്കാരാണ്. അങ്ങനല്ല ചെയ്യേണ്ടത്. പരിശുദ്ധ ഖുർആനിലും ഹദീസിലും വന്ന ദുആ നമ്മൾ പതിവാക്കിയാൽ അതിന് ഫള് കൂടുതലാണ്. അപ്പൊ ഖുർആനിൽ ഏതൊക്കെ ദുആ വന്നിട്ടുണ്ട്, ഹദീസിൽ ഏതൊക്കെ വന്നിട്ടുണ്ട്. ഇദ്ദ എന്ന് പറഞ്ഞ സാധനമുണ്ട്, ത്വലാഖിന്റെ ഇദ്ദയുണ്ട്, പുയ്യാപ്പിള മരിച്ചാൽ ഇദ്ദയുണ്ട്. അതൊക്കെ ഡൗട്ടാ പലർക്കും. അതിന്റെയൊക്കെ മസ്അല, ഭർത്താവിനോട് എങ്ങനെ, അമ്മായിമ്മനോട് എങ്ങനെ, ഉമ്മനോട് എങ്ങനെ, വാപ്പനോട് എങ്ങനെ, ഇങ്ങനെ ഭർത്താവിന്റെ ബാധ്യതകൾ, ഇങ്ങനെ തുടങ്ങിയിട്ട് നമ്മൾ ബേസിക് ആയിട്ട് അറിയേണ്ട എല്ലാ കാര്യങ്ങളും മലയാളത്തിലാണ് ഇത് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ആർക്കും നിർബന്ധിക്കുന്നൊന്നുമില്ല. താല്പര്യം ഉണ്ടെങ്കിൽ താല്പര്യം ആൾക്കാരും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കണക്ക് ആഷിഖ് സാഹിബിന്റെ കയ്യിലോ നസീം ഉസ്താദിന്റെ കയ്യിലോ കൊടുത്തു കഴിഞ്ഞാൽ ബുക്കുകളെ വീട്ടിലെത്തും. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ വീട്ടിലും ഓരോന്നും ഉണ്ടാകുന്നത് നല്ലതാണ്. ഇതിപ്പോ നാട്ടിലെത്തി കഴിഞ്ഞാൽ ഇപ്പോ ഒരു 2500 കോപ്പി ഓൾറെഡി അവിടെ പ്രിന്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ 2 ആഴ്ച കൊണ്ട് അത് കേരളത്തിലെ ആളുകൾ തന്നെ അത് മേടിച്ചോളൂ. ഏകദേശം 5000-6000 ആളുകൾ ഇത് വാങ്ങിക്കഴിഞ്ഞു 2 എഡിഷൻ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇവിടെ ആരെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അത് ഇൻഷാ അല്ലാഹ് ഷിപ്പിൽ കയറ്റിയിട്ട് അത് ഇവിടേക്ക് എത്തിച്ചു കൊടുക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ, കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിന്റെ പ്രൈസ് ഒരു 250 രൂപയാണ് ഒരു ബുക്കിന്റെ പ്രൈസ് വരുന്നത്. അപ്പൊ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അത് അവരത് ഹാൻഡിൽ ചെയ്യും. നിർബന്ധമൊന്നുമില്ല. കുറേ ആൾക്കാരിങ്ങനെ മെസ്സേജ് അയച്ച് ചോദിച്ചുകൊണ്ടിരിക്കും, ഉസ്താദിന്റെ ബുക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം പറഞ്ഞതാണ്. ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലൊന്ന് വാങ്ങിച്ചു വെച്ചാൽ അത് ഉപകാരപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ഇപ്പോഴും അല്ലെങ്കിൽ ഇപ്പൊ കൊടുക്കണം, നിങ്ങൾക്ക് താല്പര്യമുള്ള പോലെ പേര് ജസ്റ്റ് ഒന്ന് അതിൽ നോട്ട് ചെയ്താൽ മതി. ഇന്ന് രാത്രിയും നാളേക്കായിട്ട് അത് ഫിനിഷ് ചെയ്യും. ഇപ്പൊ എത്ര പേർക്കാണ്, 50 ആണോ 100 ആണോ, അത്രയും ബുക്ക് അവിടെ കൊണ്ട് ഇൻഷാ അല്ലാഹ് അദ്ദേഹത്തിന്റെ കൈവശം കയറ്റിവിടും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
الحمدلله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد അല്ലാഹുവേ പഠിച്ചവനെ ഞങ്ങളെ നീ നല്ല മുഅ്മിനീങ്ങളിൽ മുഖ്ലിസീങ്ങളിൽ പെടുത്തണേ അല്ലാഹ്. നമ്മളൊക്കെ പാവങ്ങളാണ് അല്ലാഹുവേ, നിന്നെ സ്നേഹമുള്ള നല്ല ജനങ്ങളാണ് ഈ നാട്ടുകാർ. പരസ്പര സ്നേഹവും വിശ്വാസവും ഐക്യവും ഖൈറുമുള്ള വളരെ നല്ലവരായ ജനങ്ങളാണ് അല്ലാഹുവേ. നീ അത് നിലനിർത്തണേ തമ്പുരാനെ. നിഷ്കളങ്കരാണ്, പാവങ്ങളാണ്, നല്ല മനസ്സിനുടമകളാണ് അല്ലാഹുവേ. നീ നിലനിർത്തണേ തമ്പുരാനെ. ഈ നാട്ടുകാരെ നീ ഖൈറിലാക്കണേ തമ്പുരാനെ, ഇസ്സത്തിലാക്കണേ തമ്പുരാനെ, സമാധാനത്തിലാക്കണേ അല്ലാഹ്. നിന്നോട് ഇഷ്ടമുള്ള, ദീനിനോട് സ്നേഹമുള്ള, ഹബീബായ മുത്തുനബിയോട് പ്രണയമുള്ള, ഖൽബ് മുഴുവനും ഇഷ്കുള്ള, മദ്ഹുള്ള, ഖൈറുള്ള ഒരുപാട് ഉമ്മമാ അല്ലാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഇന്ന് എങ്ങനെയാണ് മുതിർന്ന മക്കളോട് പെരുമാറേണ്ടത് എന്ന് ഹദീസ് വെച്ചിട്ടാണ് ഞങ്ങൾ പറഞ്ഞത്. ഒന്നും സ്വന്തം ഇഷ്ടപ്രകാരം പറയുന്നതല്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ ഒരു വേർതിരിവും കാണിക്കാതെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും വളർത്തിയത്. അതൊക്കെ ഞങ്ങൾ ഇവിടെ പറഞ്ഞു. എന്ത് കാര്യം പാവപ്പെട്ട ഉമ്മയുടെ അല്ലെങ്കിൽ ഭാര്യയുടെ പെൺകുട്ടികളുടെ തലയിൽ മാത്രം ഇട്ട് കൈകഴുകുന്ന ഒരു സിസ്റ്റം അല്ല. എല്ലായിടത്തും സ്നേഹവും ഐക്യവും മമതയും നന്മയും കാണിച്ച പുണ്യനബിയുടെ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. അല്ലാഹുവേ, അതൊക്കെ ഞങ്ങളുടെ വീടുകളിൽ പരസ്പരം ഐക്യവും സ്നേഹവും തുല്യതയും നന്മയും അല്ലാഹുവേ നീ നിലനിർത്തി തരണേ തമ്പുരാനെ. ഇസ്സത്ത് തരണേ അല്ലാഹ്. ഞങ്ങളുടെ ഉമ്മമാർ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. രാവിലെ മുതൽ അവര് ഭക്ഷണം ഉണ്ടാക്കാനും മറ്റു കാര്യങ്ങൾക്കും ഓരോന്നിനും വേണ്ടി റിസ്ക് എടുത്ത് ഓരോ ദിവസവും സുഭിക്ഷമായി ഭക്ഷണം ഉണ്ടാക്കാൻ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അവരവരുടെ വീടുകളിൽ ഒരുപാട് ഖൈറുകൾ ചെയ്യുന്നവരാണ്. അല്ലാഹുവേ, നീ അതിന് പ്രതിഫലം നൽകണേ അല്ലാഹ്. നിന്റെ പരലോകത്ത് നൽകണേ അല്ലാഹ്. സ്വർഗം നൽകണേ അല്ലാഹ്. ഈമാൻ നൽകണേ തമ്പുരാനെ. ഇസ്സത്ത് നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ മക്കളെ നല്ല മക്കളാക്കണേ തമ്പുരാനെ. മക്കൾ വളർന്നു വലുതായി അവരിഷ്ടം പോലെ തോന്നിയാസം ചെയ്ത് നടക്കുന്നത് കണ്ട് സഹിക്കാൻ ഒരു ബാപ്പർക്കും സാധിക്കൂല റബ്ബേ, ഒരു ഉമ്മായിക്കും അത് സാധിക്കൂല. അങ്ങനത്തെ മക്കളാക്കില്ലേ അല്ലാഹ്. സ്നേഹമുള്ള മക്കളെ തരണേ അല്ലാഹ്. ഉമ്മാനെ വാപ്പാനെ തിരിച്ചറിയുന്ന നല്ല ഖൽബിലെ നനവുള്ള മക്കളെ നൽകണേ അല്ലാഹ്. ദീനുള്ള മക്കളാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ആരോഗ്യം നിലനിർത്തണേ അല്ലാഹ്. വയസ്സാം കാലത്ത് സ്ട്രോക്ക് വന്ന് കാല് മുറിഞ്ഞ് തല പൊട്ടി അങ്ങനെ എവിടെയെങ്കിലും ഒരു സൈഡായി കിടക്കുന്ന ഒരു അവസ്ഥ, അതിനെ തൊട്ട് ഞങ്ങളെ കാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് സ്വന്തമായി ഒന്ന് ടോയ്ലറ്റില് വാഷ്റൂമിൽ പോകാൻ കഴിയാത്ത വിധത്തിൽ ഞങ്ങളെ മറ്റുള്ളവരെ ചെയ്തു തരേണ്ട അവസ്ഥയെ തൊട്ട് കാക്കണേ അല്ലാഹ്. പഠിച്ചവരെ, രാവിലെ തന്നെ ഞങ്ങളെ കൈപിടിച്ച് വീൽ ചെയറിൽ ഇരുത്തി ടോയ്ലറ്റിലേക്ക് കൊണ്ടുപോകേണ്ട ഒരവസ്ഥയെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് തന്നെ ഒറ്റയ്ക്ക് ചെയ്യാനുള്ള ആരോഗ്യം മരിക്കുന്നവരെ നീ നിലനിർത്തി തരണേ അല്ലാഹ്. ഈ പരിപാടി വളരെ ഘനഗംഭീരമായി ഇന്ന് അൽഹംദുലില്ലാഹ് 9 ദിവസം ഇന്നലെ കഴിഞ്ഞ് 10ാമത്തെ ദിവസമാണ്. നാളെ രാത്രി സമാപനമാണ്. ഇതിലേക്ക് സഹായിച്ചവരും സഹകരിച്ചവരും ഓടി വന്നവരും പരിപാടിക്ക് വേണ്ടി വളരെ റിസ്ക് എടുത്ത് പല നാടുകളിൽ നിന്നും പല ഏരിയകളിൽ നിന്നും ദിക്കുകളിൽ നിന്നും വന്നവർ എല്ലാവരെയും നീ ഏറ്റെടുക്കണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനത്തും വഫിൽ ആഖിറതി ഹസനത്തും വഖിനാ അദാബന്നാർ. ഇവിടെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത മുഴുവൻ കാര്യങ്ങളും മദീനത്ത് മരിക്കാൻ പോലും ആഗ്രഹിക്കുന്നവരുണ്ട്. നീ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. ബുക്കിന്റെ രാത്രിയും ഒരു കണക്കെടുക്കും ഇൻഷാ അല്ലാഹ്.